Hello everyone, I'm Fatima Rishta. അപ്പോൾ ഇന്ന് നമ്മൾ ക്വിക്ക് പ്രെപ്പിൻ്റെ മാത്തമാറ്റിക്സ് ഡൊമൈൻ പേപ്പറുടെ ക്വിക്ക് പ്രിപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ മാത്സിൻ്റെ സിലബസും പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. 2 സെഷൻസിലായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ ദിസ് നമ്മൾ ക്വിക്ക് പ്രിപ്പറേഷൻ സെഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. നമുക്കറിയാം ഒരുപാട് പേര് എഴുതുന്ന ഒരു എക്സാം ആണല്ലേ ഈ CUETയുടെ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്ന എക്സാമിനേഷനാണ്. സോ ക്വിക്ക് പ്രിപ്പ് കൊണ്ട് മാത്രം നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയുന്നില്ല. 2 കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം ഞങ്ങൾ പറയുന്നത് പ്രെപ്വൈസിൻ്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അതിലേക്ക് നിങ്ങൾ എൻറോൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതിൽ നമ്മൾ മൊത്തം കോൺസെപ്റ്റ്സും പ്രോബ്ലംസും ഡീറ്റെയിൽഡ് ആയിട്ട് 2 മാസത്തെ നമ്മുടെ ക്രാഷ് കോഴ്സ് കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതുകൂടി ആയാൽ നിങ്ങൾക്ക് എന്തായാലും CUETയിലേക്കുള്ള വഴി തുറക്കും എന്നുള്ളത് ഉറപ്പാണ്. സോ അത്രയും നിങ്ങൾ എൻഷുർ ചെയ്യുക. കാരണം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത്രയും അടിപൊളിയാക്കിയാൽ മാത്രമേ നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രെപ്വൈസിൻ്റെ ആപ്പാണ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ക്വിക്ക് പ്രിപ്പറേഷൻ. ക്വിക്ക് പ്രെപ്പ് ഫോളോ ചെയ്യുക, അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ എപ്പോഴും സോൾവ് ചെയ്യാൻ നോക്കുക. സോ നമ്മൾ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് പ്രോബ്ലംസിലേക്ക് കിടക്കാം. നമുക്കറിയാം മാത്തമാറ്റിക്സിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 45 ക്വസ്റ്റ്യൻസ് ആണ്, 45 മിനിറ്റ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സോ അത്രയും മിനിറ്റ്സ് കൊണ്ട് മാക്സിമം പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പ്രോബ്ലംസ് കുറച്ച് സമയം കൊണ്ട് ചെയ്യാന്നുള്ളതാകുമ്പോൾ ഒരു പ്രോബ്ലത്തിന് വളരെ കുറച്ച് 1 മിനിറ്റിൽ താഴേക്ക് സമയം കിട്ടത്തുള്ളൂ. സോ അത്രയും നമ്മൾ എക്സ്പേർട്ട് ആവുക, പ്രോബ്ലംസ് വീണ്ടും വീണ്ടും ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്ന രീതിയിലേക്ക്, ക്വസ്റ്റ്യൻ കണ്ടാൽ എങ്ങനെ ചെയ്യണം എന്ന് എത്തുന്ന രീതിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്യണം. സോ ആ ഒരു പ്രാക്ടീസിൻ്റെ ലെവൽ കൂട്ടുക എന്നുള്ളതാണ്. സോ നമ്മളിതാ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അതിന് മുന്നേ എല്ലാവരും ബുക്കും പെന്നൊക്കെ എടുത്ത് റെഡി ആയി വേണം ഇരിക്കാൻ. നോട്ട് ലൈക്ക് അതർ സബ്ജക്ട്സ്, നമ്മളിങ്ങനെ വെറുതെ കണ്ടിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ലല്ലോ മാത്സ്. അപ്പോൾ നിങ്ങൾ കൂടെ ചെയ്യുക, കൂടെ ആൻസേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിലേഷൻ R is a set 1 2 3 4 given by R is equal to 1 1 2 2 1 2 2 3 3 3 and 4 4. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഇക്വലൻസ് റിലേഷൻ ഇതിലേതാണ് തന്ന റിലേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ പഠിച്ചിട്ടുണ്ട് എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ റിഫ്ലെക്സീവ് ആവുക, സിമെട്രിക് ആവുക, ട്രാൻസിറ്റീവ് ആവുക എന്നൊക്കെ നമുക്കറിയാം. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ 1 2 3 4 ഏത് എലമെൻറ്റ് എടുത്താലും എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ബിലോങ് ടു റിലേഷൻ ആവണം ഫോർ എവ്രി എ. സോ ഇവിടെ നമുക്ക് എന്തുണ്ട്, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. സോ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി ബാക്കി ക്രൈറ്റീരിയാസ് കൂടി നോക്കണില്ലേ, നമുക്ക് 1 2 ഉണ്ട്, പക്ഷേ സിമെട്രിക് ആവണമെങ്കിൽ ആരുകൂടി വേണം, 2 1 കൂടി വേണം. ഇവിടെ 2 1 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടോ, നിങ്ങൾ നോക്കിക്കേ, 2 1 ഇല്ല അല്ലേ. അപ്പോൾ therefore 2 1 ഡസ് നോട്ട് ബിലോങ് ടു R ആയതുകൊണ്ട് ഇതെന്തല്ല, സിമെട്രിക് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് അല്ല. ആൻഡ് ട്രാൻസിറ്റിവിറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, 1 2 2 3 ഉണ്ടെങ്കിൽ എന്തുകൂടി വേണം, 1 3 എന്ന് പറയുന്ന എലമെന്റ് കൂടി വേണം. പക്ഷേ ഇവിടെ 1 2 ഉണ്ട്, 2 3 ഉണ്ട്, 1 3 ഡസ് നോട്ട് ബിലോങ് ടു R ആണല്ലേ. 1 3 ഡസ് നോട്ട് ബിലോങ് ടു R, therefore എന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. എന്തായാലും ഒബ്വിയസ്ലി ഇക്വലൻസ് റിലേഷൻ ആവില്ല, കാരണം ഇക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും കൂടി ആവണം. സോ ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. സോ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ 1 ആണ്, വിച്ച് ഈസ് റിഫ്ലെക്സീവ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Let R be the relation in the set N given by A, B such that B is equal to A plus 3, B greater than 4. Which one of the following is correct? So നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്, ഒരു പർട്ടിക്കുലർ റൂൾ ഒബേ ചെയ്യുന്ന ഒരു റിലേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റൂൾ ഒബേ ചെയ്യുന്ന രീതിയിൽ ഏത് എലമെന്റ് ആണ് ഈ റിലേഷനിലുള്ളത് എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മുടെ റൂൾ എന്താണ്, B എന്ന് പറയുന്നത് A plus 3 ആവണം, ആൻഡ് B എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 4 ആവണം. അപ്പോൾ ഓപ്ഷൻസിൽ നമുക്ക് നോക്കിയാൽ ഗ്രേറ്റർ ദാൻ 4 ആവണം B എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ആൻഡ് B A plus 3, അതായത് A എന്ന് പറയുന്ന എലമെന്റിനോട് 3 കൂട്ടിയതാവണം B. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഈ 2 4 നമുക്ക് ഒറ്റയടിക്ക് ഒഴിവാക്കാം അല്ലേ, കാരണം ഈ 4 എന്ന് പറയുന്ന എലമെന്റ് ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ 4, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 അല്ലല്ലോ നമ്മളോട് പറഞ്ഞാൽ, ഗ്രേറ്റർ ദാൻ 4 ആണ്. സോ 2 എന്ന് പറയുന്ന ഓപ്ഷൻ എന്തായാലും ആവില്ല. ബാക്കി റിലേഷൻ നമുക്ക് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കാം. 3 6, 3നോട് 3 കൂട്ടിയതാണ് 6, അതുപോലെ 6 ഇസ് ഗ്രേറ്റർ ദാൻ 4. സോ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ റൈറ്റ് ആണ്. 5 7 എടുത്താലും റിലേഷൻ ശരിയാവുന്നില്ല, 3 8 എടുത്താലും റിലേഷൻ ശരിയാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പൊതുവേ നമ്മൾ കാണുന്നത്. The function f from R to R defined as f of x is equal to 1 if x greater than 0, 0 if x is equal to 0, minus 1 if x less than 0 is injective, surjective, neither injective, no surjective, surjective and injective. സോ ആദ്യം ഈ ഇൻജക്റ്റീവ് സർജക്റ്റീവ് ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഞാൻ പറയുകയാണ്, 1 1 ഫംഗ്ഷനെയാണ് നമ്മൾ ഇൻജക്റ്റീവ് എന്ന് പറയാം. ആൻഡ് സിമിലർലി ഓൺ ടു ഫംഗ്ഷനെയാണ് നമ്മൾ സർജക്റ്റീവ് എന്ന് പറയാം. നെയ്തർ ഇൻജക്റ്റീവ് നോ സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടും അല്ലാത്ത ഫംഗ്ഷനാണ്. ആൻഡ് സർജക്റ്റീവ് ആൻഡ് ഇൻജക്റ്റീവ് എന്ന് പറയുമ്പോൾ 1 1 ഓൺ ടൂം കൂടി ആയിട്ടുള്ള ഫംഗ്ഷനാണ്. സോ തന്ന ഫംഗ്ഷൻ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ? നമ്മൾ +1 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ കുറേ ഫംഗ്ഷൻസും അതിൻ്റെ ഗ്രാഫൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഫംഗ്ഷൻ സിഗ്നം ഫംഗ്ഷൻ ആണ്. അതായത്
നമുക്കൊന്ന് ഗ്രാഫ് നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള എല്ലാ റിയൽ നമ്പറും, റിയൽ നമ്പേഴ്സിന് റിയൽ നമ്പേഴ്സിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സിനും ഈ ഫംഗ്ഷൻ വാല്യൂ എടുക്കുന്നത് 1 ആണ്. സോ 1 ആണ് പോസിറ്റീവ് വാല്യൂസിനൊക്കെ. പക്ഷേ ഇവിടെ ഒരു ഹോളാണ് വരിക, കാരണം എക്സ് ഇസ് ഈക്വൽ ടു 0 ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. സോ ഇതായിരിക്കും പോയിന്റ് വരാം. ആൻഡ് സിമിലർലി എക്സ് ലെസ് ദാൻ 0 -1 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരാം. ഇവിടെയും ഹോളാണ് വരാം, കാരണം ആ പോയിന്റിലും നമുക്ക് 0 എന്നാണ് ആൻസർ വരാം. സോ ഇതായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇത് നോക്കിയിട്ട് നിങ്ങൾ 1 ആണോ ഓൺ 2 ആണോ എന്ന് പറയണം. 1 ആണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് അല്ലേ. പക്ഷേ ഇവിടെ ഈ എലമെന്റിനും ഈ ഇമേജ് ആണ്, ഈ എലമെന്റിനും ഈ ഇമേജ് ആണ്. അതായത് എക്സിനെക്കാളും വലിയ എല്ലാവർക്കും ഇമേജ് എന്താ 1 ആണ് വരുന്നത്. സിമിലർലി എക്സിനെക്കാളും ചെറിയ എല്ലാവർക്കും ഇമേജ് -1 ആണ്. അതായത് ഒന്നിലധികം നല്ല ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആൾക്കാർക്ക് ഒരേ ഇമേജ് വരുന്നുണ്ട്. ദർഫോർ 1 അല്ല. ഇനി അടുത്തത് സർജക്റ്റീവ് ആവണമെങ്കിൽ അതായത് നമുക്കറിയാം റേഞ്ച് ഇസ് ഈക്വൽ ടു 6 ആവണം. റേഞ്ച് ഇസ് ഈക്വൽ ടു 6 ആവണം, ഹോൾ സെറ്റ് ബി ആവണം. പക്ഷേ ഇവിടെ റേഞ്ച് എന്താ, ആകെ നമ്മുടെ എഫ് ഓഫ് എക്സ് എടുക്കുന്ന വാല്യൂസ് 1ഉം 0ഉം -1 ആണ്. ദർഫോർ റേഞ്ച് ഇസ് നോട്ട് ഈക്വൽ ടു ആർ. ദർഫോർ ഫംഗ്ഷൻ എന്തല്ല, ഇൻജക്റ്റീവ് അല്ല, സർജക്റ്റീവ് അല്ല, ഫംഗ്ഷൻ 1 അല്ല, ഓൺ 2 അല്ല. നമുക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഫ്രം ആർ ടു ആർ ഇസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ആണ്. f of x is equal to 3 minus x cube whole raised to 1/3. Then f composition f of x is. അപ്പോൾ നമുക്കറിയാം കോമ്പോസിഷൻ, നമ്മൾ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എക്സ് കൊടുത്താൽ നമുക്ക് എഫ് ഓഫ് എക്സ് ആയി. എഫ് ഓഫ് എക്സിന് പകരം വൈ കൊടുത്താൽ എഫ് ഓഫ് വൈ ആയി. സിമിലർലി എക്സിന് പകരം എന്താണോ ഉള്ളത് അത് നമ്മുടെ ഫംഗ്ഷനിലും എക്സിന് പകരം കൊടുക്കാനേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫംഗ്ഷൻ എന്തായിട്ട് മാറും, 3 മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ക്യൂബ് ഹോൾ റേസ് ടു 1/3 എന്നാവും. നിങ്ങൾക്കത് മനസ്സിലായോ? 3 മൈനസ് എക്സിന് പകരം നമ്മൾ ആരെ കൊടുത്തു, എഫ് ഓഫ് എക്സ് കൊടുത്തു. സോ വി ഹാവ് 3 മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ക്യൂബ് ഹോൾ റേസ് ടു 1/3 എന്ന് കിട്ടി. ഇനി നമുക്ക് എഫ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു 1/3. ഹോൾ ക്യൂബ് ഉണ്ട്, അത് മറന്നു പോകരുത്, ഹോൾ റേസ് ടു 1/3. അതായത് ഇത്രയും പോർഷനാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് ക്യൂബ് വേണ്ടേ. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സിന് മുകളിൽ ഒരു ക്യൂബ് കൂടി കൊടുക്കും, ഹോൾ റേസ് ടു 1/3. ഈ 3യും ക്യാൻസൽ, ഇതല്ല കേട്ടോ, ഈ 3യും മുകളിലുള്ള 3യും നമുക്ക് ക്യാൻസൽ ആവും. അതായത് 1/3യും 3യും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താ ഉള്ളത്, 3 മൈനസ് എക്സ് ക്യൂബ്, ദാറ്റ് ഇസ് 3 മൈനസ് 3 0 ആൻഡ് മൈനസ് ഓഫ് മൈനസ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് പ്ലസ് എക്സ് ക്യൂബ് ആണ്. പ്ലസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു ഒരു 1/3 ഉണ്ട്, വിച്ച് ഇസ് എക്സ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്, എക്സ് ആണ് വരുന്നത്. എക്സ് ക്യൂബ് റേസ് ടു 1/3 ആണ്, വിച്ച് ഇസ് എക്സ്. സോ ആ ഫൈനൽ ആൻസർ ഇസ് 2. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇസ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്. നമുക്കറിയാം ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ നമ്മൾ എല്ലാ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഡൊമൈനും റേഞ്ചും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ആറും റേഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ 0 പൈയും ആണ്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ച് വെക്കണം. ആൻഡ് കുറച്ച് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഡൊമൈൻ ആവാത്ത പോയിന്റ്സ് ഏതായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഓപ്പൺ 0 പൈ നമുക്കറിയാം, ഇതിപ്പോൾ -π/2 π/2 എന്ന് പറയുന്ന ഇൻ്റർവൽ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ 0 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. പക്ഷേ കോട്ട് ഇൻവേഴ്സ് ഈ 0യിൽ ഡിഫൈൻഡ് അല്ല. അപ്പോൾ അങ്ങനത്തെ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, R0 പൈ അതൊന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ പഠിച്ച് വെക്കണം ഒബ്വിയസ് ആയിട്ട്. അടുത്തത് tan inverse of √3 is equal to tan inverse of √3 minus cot inverse of -√3 is equal to. ഇതും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്കിലെ ഒരു പ്രോബ്ലം ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. tan inverse of √3 നമ്മളൊരു y ആയിട്ട് എടുക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ √3 എന്ന് പറയുന്നത് എന്താണ്, tan y ആണ്, വിച്ച് ഇംപ്ലൈസ് y ഏത് വാല്യൂ എടുക്കുമ്പോഴാണ് √3 ആവുന്നത് നോക്കാം. നമുക്കറിയാം y ഒരു 30 ഡിഗ്രി എടുക്കുമ്പോൾ നമുക്ക് tan 30 എന്ന് പറയുന്നത് sin 30 ബൈ cos 30 ആണ്, വിച്ച് ഇസ് 0 1/2 1/√2. യെസ് ഇറ്റ് ഇസ് 30 π/6 π/6 ആണ് വരാം. സിമിലർലി കോട്ട് ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് -√3 ഈക്വൽ ടു y എന്ന് പറയുമ്പം -√3 ആണ് എന്താവുക, കോട്ട് y ആവുക. ദാറ്റ് ഈസ് നമുക്ക് കോട്ട് y എങ്ങനെ എഴുതാം, മൈനസ് ഓഫ് കോട്ട് π/3 നമുക്ക് എഴുതാം. പക്ഷേ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂവിൽ എടുക്കുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, കോട്ട് ഓഫ് π മൈനസ് π/3 എന്ന് എഴുതാം, വിച്ച് ഇസ് കോട്ട് 2π/3. സോ നമ്മുടെ -√3 എന്ന് പറയുന്ന ആൻസർ നമുക്ക് വരുന്നത് 2π/3 y വാല്യൂ എടുക്കുമ്പോഴാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഒന്ന് π/6ഉം രണ്ടാമത്തത് 2π/3 ആണ്. നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ 6 ആക്കുമ്പോൾ നമുക്ക് 4π/2π become 4π and 4 plus 5π/6 എന്ന് വരും. എന്തോ ഒരു എറർ വന്നിട്ടുണ്ടല്ലോ, 4π
എന്തോ ഒരു ചെറിയ എറർ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലം ചെയ്യുക. നിങ്ങളത് മനസ്സിലാക്കുക. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് എടുക്കുക ചെയ്യുക. ടാൻ ഇൻവേഴ്സ് √3 = y ആണെങ്കിൽ നമ്മൾ √3 = tan y എന്ന് പറഞ്ഞിട്ട് അതിന് കറസ്പോണ്ടിങ് ആംഗിൾ ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് അതിനെ ഒന്ന് സം ചെയ്യണം. ഓക്കെ, ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. അതാണോ മിസ്റ്റേക്ക് വന്നത്? which is -π/2. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആഡാ ചെയ്തത്, പക്ഷേ ഇവിടെ സബ്ട്രാക്ട് ചെയ്യാനാണ് ഉണ്ടായിരുന്നത്. സോ നമുക്ക് 1 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്സ് വരാണ്ട് നോക്കുക പ്രത്യേകം. നമ്മുടെ ഒരു ഓപ്ഷൻ അത്രയും സമയം നമ്മൾ ഓപ്ഷനിൽ കളഞ്ഞു പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A system of linear equations represented in matrix form x is equal to 0, a is m by m matrix, has a non-zero solution if the determinant of a is. അപ്പോൾ ശ്രദ്ധിക്കാം, ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് നമുക്ക് തന്നാൽ x is equal to 0 എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നാൽ നമുക്ക് അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എപ്പോഴും ഈ ഒരു സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുക എപ്പോഴാണ്? ഡിറ്റർമിനന്റ് ഓഫ് എ നോൺ സീറോ ആകുമ്പോൾ. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ നോൺ സീറോ ആകുമ്പോൾ അതിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുക. അല്ലാണ്ട് മോർ ദാൻ വൺ സൊല്യൂഷൻ, അതായത് ഇൻഫിനിറ്റ് സൊല്യൂഷൻസോ അല്ലെങ്കിൽ നോ സൊല്യൂഷൻ അറ്റ് ഓളോ അങ്ങനത്തെ കേസൊക്കെ വരുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. സോ ഇവിടെ ax is equal to 0 എന്ന് പറയുന്നത് ഹോമോജീനിയസ് സിസ്റ്റമാണ്. ഈ ax is equal to 0 എന്ന് പറയുന്നത് എന്തായാലും ഒരു സൊല്യൂഷനാണ്. അപ്പോൾ അവിടെ യുണീക്ക് സൊല്യൂഷൻ അല്ല നമ്മൾ തിരയുന്നത്, കാരണം നമുക്കൊരു നോൺ സീറോ സൊല്യൂഷൻ വേണം. അതായത് ഒന്നിലധികം സൊല്യൂഷൻസ് വരുന്ന കേസ് ഏതാണ്? വിച്ച് ഇസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെക്സ്റ്റ് ഇഫ് കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ തന്നിട്ടുണ്ട്. അങ്ങനെ ഇഫ് എ ഈക്വൽ ടു ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് എ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതണം അല്ലേ. സോ നമുക്ക് എന്ത് എഴുതാം? കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഇതാണ് നമ്മുടെ എ ട്രാൻസ്പോസ്. ഇൻറ്റു എ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുകൂടി എഴുതണം? കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ, ഇപ്പോൾ രണ്ട് മെട്രിക്സായി. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയണ്ടാവും. ഫസ്റ്റ് റോ ഇൻറ്റു ഇവിടുത്തെ കോളമാണ് നമ്മൾ ചെയ്യുക. സോ വി ഹാവ് കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ വിച്ച് ഇസ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ വിച്ച് ഇസ് സൈൻ സ്ക്വയർ ആൽഫ. സിമിലർലി നമുക്ക് കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ കോസ് ആൽഫ ആൻഡ് മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ വിച്ച് ഇസ് 0. ഹിയർ സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ വരും. അപ്പോഴും 0 എന്നാണ് വരിക. ആൻഡ് എഗെയിൻ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി ആണല്ലേ. നമുക്കറിയാം സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ, അല്ലെങ്കിൽ തിരിച്ചിട്ട് എന്താണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? 1 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ചെയ്തെത്തി, മെട്രിക്സ് ഒക്കെ നമുക്കറിയാം, ഇത്രയും നമ്മൾ ചെയ്തെത്തിയിട്ട് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്താണെന്ന് അറിയില്ല, അത് 1 ആണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് അവിടെ പാഴായി. നമ്മൾ ഇനി എന്ത് ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയി. സോ അങ്ങനത്തെ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്തായാലും പഠിച്ചു വെക്കുക. നമ്മളത് അറിഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. സോ വി ഹാവ് 1001 ആസ് ദി ആൻസർ. ഈ 1001 എന്താ? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആലേ. സോ നമ്മുടെ ആൻസർ എന്താണ്? 2. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ എ ദെൻ എ ഇസ് സിമെട്രിക് മെട്രിക്സ്. Second option, all the diagonal elements of the skew symmetric matrix are 0. If A is equal to minus A transpose, then A is skew symmetric matrix. Any square matrix can be expressed as the product of symmetric and skew symmetric matrix. Okay, നമുക്ക് ഒരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് A transpose is equal to A if A is symmetric. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സിമെട്രിക്കിൻ്റെ ഡെഫിനേഷൻ അതാണ്, A transpose is equal to A ആവാന്നുള്ളതാണ്. സിമിലർലി എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ, അല്ലെങ്കിൽ എ ഇസ് ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ് ആണെങ്കിൽ അത് സ്ക്യൂ സിമെട്രിക് ആണ്. സെക്കൻഡ് ഓപ്ഷനിൽ പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് ഓഫ് ദി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് 0. അതും ശരിയാണ്. എപ്പോഴും നമ്മളൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതുമ്പോൾ അതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കും. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് ഫോർത്ത് ഓപ്ഷൻ. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടല്ലേ, എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നമ്മൾ ഇങ്ങനെ അല്ല പഠിച്ചത്, നമ്മൾ പഠിച്ചത് സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. സോ തെറ്റ് ഓപ്ഷൻ ഏതാണ്? ഫോർത്ത് ഓപ്ഷൻ ആണ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ട് അനലൈസ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 2513. ഒരു ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടല്ലേ. 2513 ഇതാണ് കേട്ടോ മെട്രിക്സ് എ ഈക്വൽ ടു 2513. അപ്പോൾ നമുക്കറിയാം ഇൻവേഴ്സ് ആണ് നമ്മൾ 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ഒക്കെ ചെയ്യും. 2/2 മെട്രിക്സിൻ്റെ കേസിൽ നമുക്ക് അഡ്ജോയിന്റ് ഓഫ് എക്ക് ഡയറക്റ്റ് പറയാം. അതായത് 2/2 മെട്രിക്സിൻ്റെ കേസിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എളുപ്പമാണ്. 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ദാറ്റ് ഇസ് 2 into 3 മൈനസ് 1 into 5 എന്ന് വരും. ദാറ്റ് ഇസ് 6 minus 5 is 1 ഇൻറ്റു നമ്മൾ ഈ ഞാനൊരു ജനറൽ ഫോം കാണിച്ചു തരാം. എ ഇസ് ഈക്വൽ ടു എ ബി സി ഡി ആണെങ്കിൽ നമ്മുടെ എ ഇൻവേഴ്സ് എന്താ വരിക എന്ന് വെച്ചാൽ 1 by എ ഡി മൈനസ് ബി സി. എ ഡി മൈനസ് ബി സി എന്താ ഡിറ്റർമിനന്റ് അല്ലേ, അത് കുഴപ്പമില്ല. ആൻഡ് പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഡി എയും എയും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് വെക്കും.
ഓപ്പോസിറ്റ് ഡയഗണൽ എലമെന്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്യും. ആൻഡ് ഈ ബിയുടെയും സിയുടെയും സൈനും നമ്മൾ മാറ്റും. സോ ഇതാണ് നമ്മുടെ 2x2 മെട്രിക്സിന്റെ ജനറൽ ഇൻവേഴ്സിന്റെ ഫോമുല. ഇതേ സംഭവം നമ്മൾ ഇവിടെ വാല്യൂസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ 2ഉം 3ഉം ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ വി ഹാവ് 3 and 2 ആൻഡ് 5ന്റെയും 1ന്റെയും സൈനാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ നമുക്ക് -5 -1 ആയി. സോ അവർ ആൻസർ ഇസ് 3 -5 -1 വിച്ച് ഇസ് സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ 2x2 മെട്രിക്സ് ആകുമ്പോൾ നമ്മൾ ഈ കോഫാക്ട് മെട്രിക്സ് കണ്ട് എഡ്ജോയിന്റ് കണ്ട് അങ്ങനെ ഒന്നും സമയം കളയാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ഫോമുലയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലൈക്ക് വേറെ ഒരു ഇക്വേഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആൻസർ കിട്ടുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് സച്ച് ദാറ്റ് a സ്ക്വയർ ഇസ് ഈക്വൽ ടു a. അപ്പോൾ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് a എന്ന് തന്നെ കിട്ടുന്നുണ്ട്. a സ്ക്വയർ ഇസ് ഈക്വൽ ടു a ആണ്. അങ്ങനെയാണെങ്കിൽ i + a ഹോൾ ക്യൂബ് മൈനസ് i എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം i + a ഹോൾ ക്യൂബ് എഴുതണമെങ്കിൽ ആദ്യം നമുക്ക് a + b ഹോൾ ക്യൂബ് എന്താ, a ക്യൂബ് + b ക്യൂബ് + 3a² b + 3ab സ്ക്വയർ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ i + a ഹോൾ ക്യൂബിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. സോ വി ഹാവ് i + a ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു i ക്യൂബ് plus a cube plus 3i² a plus 3ia square. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ആൻഡ് ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐഡന്റിറ്റി മെട്രിക്സിന് എഗെയിൻ ആൻഡ് എഗെയിൻ മൾട്ടിപ്ലൈ നമുക്ക് എഗെയിൻ ഐഡന്റിറ്റി തന്നെ എഴുതുക. ആൻഡ് എ ക്യൂബ് നമുക്ക് എങ്ങനെ എഴുതാം, a² × a എന്ന് എഴുതാം അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഈ 3i² a എന്താവും, 3ia തന്നെയാവും plus 3ia² is a. അടുത്ത സ്റ്റെപ്പിൽ എഗെയിൻ നമുക്ക് a² a തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതാണ് യൂസ് ചെയ്തത്, a² a ആയതുകൊണ്ട് എഗെയിൻ a² a ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, i plus a² a എന്ന് എഴുതുമ്പോൾ a എന്ന് വരും, a × a എഗെയിൻ a² വരും, അപ്പോഴും നമുക്ക് എന്ത് വരും, a എന്ന് വരും. പ്ലസ് 3ia എന്ന് പറയുമ്പോൾ എഗെയിൻ a ആണ് വരിക, പ്ലസ് 3ia എന്ന് നമ്മൾ എഴുതാണെങ്കിലും 3ia എന്ന് വരും. ആൻഡ് ഇതാണ് നമ്മുടെ i + a ഹോൾ ക്യൂബ് വരാം അല്ലേ. പക്ഷെ നമ്മളോട് ചോദിച്ചത് i + a ഹോൾ ക്യൂബ് മൈനസ് i ആണ്. അതായത് നമ്മുടെ ആൻസർ നമുക്കൊരു i മൈനസ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫൈനൽ ആൻസറിന് ഒരു i മൈനസ് ചെയ്തു. ഈ i മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐയും ലാസ്റ്റ് ഐയും ക്യാൻസൽ ആയിപ്പോയി. പിന്നെ എന്തൊക്കെയാണ് നമുക്കുള്ളത്, a ഉണ്ട്, 3a ഉണ്ട്, 3iaയും 3iയും 6ia ഉണ്ട്. ദാറ്റ് ഇസ് i. ഞാൻ പറഞ്ഞു i a എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എഗെയിൻ a, അതായത് ഐഡന്റിറ്റി അല്ലേ. അപ്പോൾ 3a ആണ്, ഇതും 3a ആണ്. സോ ഫൈനലി നമുക്ക് a 3a 3a മൊത്തത്തിൽ എത്ര ഉണ്ട്, 7a ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 7a ആയിരിക്കും. അപ്പോൾ ഐഡന്റിറ്റി അറിഞ്ഞാൽ തന്നെ നമുക്കത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അറിയേണ്ട കാര്യം പറഞ്ഞ പോലെ i² i ക്യൂബ് ഒക്കെ നമുക്ക് i എന്ന് തന്നെ എഴുതാൻ പറ്റും. അതുപോലെ ia എന്നൊക്കെ ഉള്ള ടേമിനെ നമ്മൾ a എന്നാക്കിയിട്ട് മാറ്റി എഴുതണം. നെക്സ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇഫ് എനി 2 rows or columns of a determinant are identical, then the value of determinant is 0. ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ്. If each element of a row of a determinant is multiplied by a constant k, then its value gets multiplied by k. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ട് റോസ്, ഇഫ് എനി 2 rows or columns of a determinant are identical, സെയിം ആണെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആവും. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയാണ് ഡിറ്റർമിനന്റ്. ഈ ഫസ്റ്റ് പ്രോപ്പർട്ടി ശരിയാണ്. ഏതെങ്കിലും രണ്ട് റോസോ അല്ലെങ്കിൽ കോളംസോ ഐഡന്റിക്കൽ ആവുകയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഷുവറായിട്ടും 0 ആയിട്ടാണ് വരിക. ആൻഡ് അതേപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കുകയാണെങ്കിൽ ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് എ റോ ഓർ എ കോളം ഓഫ് എ ഡിറ്റർമിനന്റ് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ കോൺസ്റ്റന്റ് കെ, അതായത് ഒരു പർട്ടിക്കുലർ റോനെ നമ്മൾ ഒരു കെ കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഒരു ABC എന്ന് പറയുന്ന റോ എന്തായിട്ട് മാറാണ്, KA KB KC ആയിട്ട് മാറാണ്. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ കെ. ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു റോ ഇങ്ങനെ ഒരു കെയോട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിറ്റർമിനന്റിന്റെ വാല്യൂ തന്നെ കെയോട് മൾട്ടിപ്ലൈ ആവും. സോ നമ്മുടെ രണ്ട് ഓപ്ഷൻസ് ശരിയാണ്. ദാറ്റ് ഇസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. ഓക്കെ ആണല്ലോ അല്ലേ. Let A be a square matrix of order n by n, then determinant of KA is equal to, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് ഒരു റോയെ നമ്മളൊരു കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ആണെങ്കിൽ നമ്മുടെ മൊത്തം ഡിറ്റർമിനന്റ് കെ കൊണ്ട് മൾട്ടിപ്ലൈ ആവുന്ന അല്ലേ. ഇവിടെ നമ്മൾ കെ എ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഒരു മെട്രിക്സിനെ മൊത്തം നമ്മൾ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈച്ച് ആൻഡ് എവറി റോ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ കെ. അതായത് ഒരു റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് ഇൻറ്റു കെ ആവുകയാണെങ്കിൽ n റോസ് ഉണ്ടെങ്കിൽ k⁻n കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈഡ് ആവുന്നത്. സോ ഫൈനൽ ആൻസറിൽ നമ്മുടെ ഡിറ്റർമിനന്റ് എന്തായി മാറും, k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് n ആവും. ഇവിടെ ഓർഡർ n ആയതുകൊണ്ടാണ് k⁻n ആയത്. n പകരം നമ്പർ തന്നാൽ അതിനനുസരിച്ച് 4 3 എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. For what value of k, points 1 3 3 9 and 0 k are collinear. നമുക്കറിയാം കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ കിടക്കുന്ന പോയിന്റ്സ് ആയിരിക്കും. അപ്പോൾ 1 3 3 9 and 0 k ഇത്രയും ആൾക്കാർ കൊളീനിയർ ആവണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കണ്ടീഷൻ നമുക്കറിയാം. ഒരേ പോയിന്റിൽ ഒരേ ലൈനിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം, അതായത് ഇപ്പോൾ ABC എന്ന് കൊടുക്കുകയാണെങ്കിൽ AB സ്ലോപ്പും BCയുടെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കും കൊളീനിയർ ആകുമ്പോൾ. ABയുടെ സ്ലോപ്പ് എന്താ വരിക, y2 - 1 നമ്മൾ എടുക്കുകയാണെങ്കിൽ 9 - 1 by 3 - 1 3 3 9 y2 - y1 by x2 - x1 is equal to k - 3 by 0 - 1. ബട്ട് ഐ തിങ്ക് ഈ ഒരു പ്രോബ്ലത്തിന് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ തൽക്കാലം സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഇതിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A square matrix A is invertible. Statements ആണ് രണ്ട്. If and only if A is non-singular matrix and if A is non-singular matrix of order n, then adjoint of A, determinant of adjoint A is equal to determinant of A raised to n minus 1. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം A invertible if and only if A non-singular matrix, അതായത് determinant of A non-zero ആകുമ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ എന്താവുക, നമ്മുടെ മെട്രിക്സ് എന്താവുക, ഇൻവേർട്ടിബിൾ ആവുക. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ, determinant of adjoint A എന്ന് പറയുന്നത് determinant of A raised to n minus 1. അത് നിങ്ങൾക്ക് adjoint of A യുടെ ഇക്വേഷൻ നമുക്കറിയാലോ, അതിൽ നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് കൊടുത്താൽ മനസ്സിലാവും. അതിൽ ഉപയോഗിക്കേണ്ട ഒരു പോയിന്റ് മാത്രം ഞാൻ പറയാം. A ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 1/determinant of A. അപ്പോൾ ഇതുകൂടി വെച്ചിട്ട് നിങ്ങളൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. determinant of adjoint of A എന്ന് പറയുന്നത് determinant of A whole raised to n minus 1 ആണ്. സോ നമ്മുടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് റൈറ്റ് ആണ്. Next question. For what value of K, the system of linear equations 3x minus y minus 2z is equal to 2, 2y minus kz equal to 1 and 3x minus 5y is equal to 3 have no solution എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം നമുക്കറിയാം ഒരു ലീനിയർ ഇക്വേഷൻ തന്നാൽ നമ്മൾ അതിനെ ആദ്യം മെട്രിക്സ് ഫോമിലേക്ക് എഴുതും. 3 minus 1 minus 2, 2 അല്ലല്ലേ, എക്സ് കോർഡിനേറ്റ് ഇല്ല. സോ വി ഹാവ് 0 minus 2 no plus 2 and minus k. Then we have 3, y coordinate minus 5 ആണ്, z coordinate ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ A എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി ഹാവ് നോ സൊല്യൂഷൻ എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ നമുക്കറിയാം ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ നമുക്ക് എന്തായാലും യൂണീക് സൊല്യൂഷൻ ഉണ്ടാവും. ഹാവ് നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ചാൻസ് എന്നാണുള്ളത് ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പം നമ്മൾ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുക, അതിനെ ഇക്വേറ്റ് ചെയ്യുക 0നോട്, എന്നിട്ട് K ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ വി ഹാവ് 3 into 0 minus 5k, that is minus 5k. ഇനി മൈനസ് 1 ആണ്, which is plus 1 into 0 minus 3k, which is 3k, minus 2 into 0 minus 6, that is minus 6, which is equal to 0 നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. So we have minus 15k plus 3k plus 12 is equal to 0, which implies minus 15k plus 3k എന്താ minus 12k ആണ്, which is equal to minus 12 എന്ന് കിട്ടും, which implies k എന്തായിരിക്കും 1 ആയിരിക്കും. സോ ആൻസർ ഇസ് ഓപ്ഷൻ 3 1 എന്നായിരിക്കും ആൻസർ വരാം. സോ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കോൺസെപ്റ്റ്. അടുത്തത് ഇഫ് A is equal to 133 143 134 then adjoint of A is. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു മെട്രിക്സിന്റെ adjoint എന്ന് പറയുന്നത്. adjoint എന്ന് പറയുന്നത് കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണല്ലേ. ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ് ആണ് ഈ adjoint എന്ന് പറയുന്നത്. ഇനി എന്താ ഈ കോഫാക്ടർ മെട്രിക്സ്? കോഫാക്ടർ മെട്രിക്സ് അറിയണമെങ്കിൽ ഓരോ എലമെന്റിന്റെയും മൈനർ കണ്ട് അതിന് സൈൻ കൊടുക്കുക അല്ലേ. സൈൻഡ് മൈനറിനെയാണ് നമ്മൾ കോഫാക്ടർ എന്ന് പറയുക. അപ്പോൾ ഈ തന്ന മെട്രിക്സിൽ ഓരോ എലമെന്റിനും നമ്മൾ എന്ത് കൊടുക്കണം? ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മൈനർ കാണുന്നു, ആ മൈനറിന് കറസ്പോണ്ടിങ് കോഫാക്ടർ കാണുന്നു, അതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആദ്യം കോഫാക്ടർ മെട്രിക്സ് കാണാം. കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് നമ്മൾ കാണണമെന്ന് പറഞ്ഞു. 1ന് കറസ്പോണ്ടിങ് മൈനർ എന്ന് പറയുമ്പോൾ 1 ഉള്ള റോയും കോളും ഒഴിവാക്കി നമുക്ക് എന്താ കിട്ടുക? 4 into 4 16 minus 3 into 3 9 എന്ന് വരും അല്ലേ. 16 minus 9 എന്ന് പറയുമ്പോൾ വി ഹാവ് 7 എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് A11 അല്ലേ. പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ മൈനറിന് എന്ത് കൊടുക്കുക? കോഫാക്ടറിന്റെ സൈൻ കൊടുക്കുക. മൈനറിന് കറസ്പോണ്ടിങ് കോഫാക്ടർ എഴുതുമ്പോൾ പൊസിഷന്റെ സമ്മ് നോക്കുക. 1 1 എന്ന് പറഞ്ഞാൽ 1 + 1 is ഈവൻ. അങ്ങനെ ഈവൻ സം ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് സൈൻ തന്നെ കൊടുക്കും. ആൻഡ് ഓഡ് സം ആണെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കും. എന്താണോ ഉള്ളത് ആ സൈൻ നമ്മൾ മാറ്റും. അപ്പോൾ ഇവിടെ ഓഡ്സ് ഈവൻ സം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. ഇനി അടുത്ത 3 എന്ന് പറയുന്ന എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ 1 into 4 4 minus 3 എന്ന് പറയുന്നത് is 1. പക്ഷേ A12 എന്ന് പറയുന്ന പൊസിഷൻ അല്ലേ, ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും 1 + 2 3 ആണ്. 3 എന്ന് പറയുന്ന ഓടാണ്. അപ്പോൾ നമ്മുടെ സൈൻ എന്താവും? -1 ആയിട്ട് മാറും. ഇനി അടുത്തത് ഓപ്ഷനിൽ ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് 3 എന്ന് പറയുന്ന എലമെന്റ് ആണ്. ദാറ്റ് ഈസ് അഗെയിൻ 1 into 3 3 minus 4 എന്ന് പറയുമ്പോൾ -1 വരും. നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഈ സൈൻ ചേഞ്ച് വരിക. നമുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി 1 എന്ന് പറയുന്നത് 1ന് കറസ്പോണ്ടിങ് എന്ന് പറയുമ്പോൾ 3 into 4 12 ആണ്. 12 minus 3 is 12 minus 9 is 3. മെട്രിക്സ് കുറച്ചുകൂടി വലുതാക്കണമല്ലോ അല്ലേ. ഓക്കെ, 3 ആണ്. ഇനി 4ന് കറസ്പോണ്ടിങ് എന്ന് പറയുമ്പം 1 into 4 4 minus 3 എന്ന് പറയുന്നത് അഗെയിൻ 1 ആണ്. അവിടെ സൈൻ നോക്കുമ്പോൾ ഇവിടെ സൈന് പ്രശ്നമുണ്ട്. കാരണം ഓൾട്ടർനേറ്റ് ആയിട്ട് വരുമ്പം 7 പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് വരാം. ഇവിടെ അഗെയിൻ പോസിറ്റീവ് തന്നെ വരും. 3ക്ക് കറസ്പോണ്ടിങ് എന്ന് പറയുമ്പോൾ 1 into 3 minus 3 എന്ന് പറയുമ്പം 0 വരും. ഇനി അടുത്തത് 3 1 ഇവിടെ പോസിറ്റീവ് സൈൻ തന്നെ വരിക. 1ന് കറസ്പോണ്ടിങ് ആണ്. 3 into 3 9 minus 12 വരിക, വിച്ച് ഇസ് 9 minus 12 is -3. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഫൈനൽ ആൻസറിൻ്റെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. കിട്ടുന്ന മൈനറിന് പോസിറ്റീവ് കൊടുക്കണോ നെഗറ്റീവ് കൊടുക്കണോ, അല്ലാണ്ട് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം അത് അടുപ്പിച്ചിട്ടൊക്കെ വരാം. അത് ഓൾട്ടർനേറ്റ് ആണെന്നല്ല പറയുന്നത്. മൈനറിന് കറസ്പോണ്ടിങ് നമ്മൾ എപ്പോഴാണ് കോഫാക്ടർ ആക്കുമ്പോൾ സൈൻ മാറ്റുക എന്നുള്ളതാണ്. നമ്മളത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് സൈൻ ചേഞ്ച് കൊടുക്കുക. ഇനി 3ക്ക് കറസ്പോണ്ടിങ് നമുക്ക് എന്താ വരുന്നത്?
ഇങ്ങനെ എടുക്കുമ്പോൾ 1 into 3 minus 3 എന്ന് പറയുന്നത് 0 വരും. ആൻഡ് 4ന് കറസ്പോണ്ടിങ് നമുക്ക് 1 into 4 minus 3 എന്ന് പറയുന്നത് 1 വരും. ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നമുക്ക് ഫൈനൽ ആൻസർ എത്തുമ്പോൾ അറിയാം. കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, adjoint എന്ന് വിളിക്കുക. സോ വി ഹാവ് adjoint എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് 7 -1 -1 -3 1 0 -3 0 1. ഇതാണ് നമുക്ക് ആൻസർ കിട്ടിയത്. 7 -1 -1 -3 1 0 -3 0 1. ഓക്കെ, അപ്പോൾ തെറ്റിയിട്ടില്ല. ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the function f of x is equal to greatest integer function x where x is the greatest integer function. The correct statement is 4 statements തന്നിട്ടുണ്ട്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ ആദ്യം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്താണെന്ന് അറിയണമല്ലോ, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതും നമ്മൾ +1 നമ്മൾ ഇങ്ങനത്തെ ഫംഗ്ഷൻസും അതിൻ്റെ ഗ്രാഫ്സും പഠിച്ചിട്ടുള്ളത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഓർക്കുന്നുണ്ടാവും. ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്തായി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ? ഏതൊരു റിയൽ നമ്പർ എടുത്താലും നമ്മൾ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആ റിയൽ നമ്പറിനേക്കാളും ഏറ്റവും ചെറുത്, അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് റിയൽ നമ്പർ, അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഫോർ എക്സാമ്പിൾ 2.1 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്താൽ നമ്മുടെ ആൻസർ എന്താ വരിക, f of 2.1 എന്ന് പറയുന്നത് നമുക്ക് 2 എന്നാണ് വരിക. അതേപോലെ തന്നെ 2.9 എടുത്താലും നമുക്ക് 2 എന്നാണ് വരിക. 3.5 ആണെങ്കിലോ 3 എന്ന് വരും. അങ്ങനെ ആ എടുക്കുന്ന റിയൽ നമ്പറിനേക്കാളും ഏറ്റവും വലിയ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, അതിനാണ് നമ്മൾ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാപ്പ് ചെയ്യുന്നത്. സോ നമ്മുടെ ഗ്രാഫ് വരിക ഇങ്ങനെയാണ്. 0 to 1 വരെ ഈ ഒരു വാല്യൂ ഉണ്ടാവുക. 1ൽ അത് ഹോൾ എടുക്കും. അതുപോലെ 1 മുതൽ 2 വരെ ഉണ്ടാവും. 2ൽ ഹോൾ ആയിരിക്കും. കാരണം എന്താ, 2ൽ 2 തന്നെയാണ് ആൻസർ എടുക്കുക. അങ്ങനെ വരും 1 2 ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് ഇത് പോവുക. താഴെ ഇതുപോലെ സ്റ്റെപ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇൻജക്റ്റീവ് ആണോ, കണ്ടിന്യൂസ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരൊറ്റ പെൻ, അതായത് നമ്മളിപ്പോൾ പെന്നോട് തുടങ്ങിയാൽ അത് ബ്രേക്ക് ഇല്ലാണ്ട് കൈ നമ്മൾ എടുക്കാണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ് നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുക. അത് ഡിസ്കണ്ടിന്യൂസ് ആയപ്പോഴാണ് അതിനൊരു ബ്രേക്ക് വരുമ്പോൾ, അതായത് ഇങ്ങനെ വന്ന് പെണ്ണെടുത്തിട്ട് നമ്മളിത് വരയ്ക്കാല്ലേ, അപ്പോൾ അത് ഡിസ്കണ്ടിന്യൂസ് ആയി. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ആണ് ഈ കണ്ടിന്യൂസും ഡിസ്കണ്ടിന്യൂസും തമ്മിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം പെൻ എടുക്കാണ്ട് അത് വരയ്ക്കാൻ പറ്റുമോ, ഇല്ലല്ലേ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓരോ സ്റ്റെപ്പിലും ഓരോ ഇൻറ്റിജർ വാല്യൂലും എന്താവുന്നുണ്ട്, ബ്രേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഇൻറ്റഗ്രൽ വാല്യൂസ്, അതായത് ഇൻറ്റിജർ വാല്യൂസിലൊക്കെ അത് ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റും. അത് റൈറ്റ് ആൻസർ ആണ്. ഇനി അടുത്തത് ഡിസ്കണ്ടിന്യൂസ് എവ്രിവെയർ നമുക്ക് പറയാൻ പറ്റുമോ, അത് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ഭാഗം മാത്രം എടുക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ ഇത്രയും ഭാഗം മാത്രം എടുക്കുകയാണെങ്കിലും അത് കണ്ടിന്യൂസ് ആണ്. ഇത്രയും പോർഷൻ എടുക്കുകയാണെങ്കിലും കണ്ടിന്യൂസ്. അപ്പോൾ ഇൻറ്റിജർ വാല്യൂസ് ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത് പറയാൻ പറ്റില്ല. ഇനി ലിമിറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് x is equal to 1. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആണല്ലേ. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന വാല്യൂവിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, അതായത് ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ. അതുപോലെ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇത് എടുക്കുന്ന വാല്യൂ 0 ആണ്. ഇത്രയും പോയിന്റ്സിൽ അത് 0 ആണ് എടുക്കുന്നത്. സിമിലർലി റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇത് 1 എന്ന് പറയുന്ന വാല്യൂ ആണ് എടുക്കുന്നത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 0 ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1. ആ ഒരു ഡിഫറൻസ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ദോർ ആ ഓപ്ഷൻ തെറ്റാണ്. എഫ് ഓഫ് എക്സ് ഇൻജക്റ്റീവ് ആണെന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ലേ. 1 ആണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ്. പക്ഷേ ഇവിടെ എത്രയോ, അതായത് 1ന്റെയും 2ന്റെയും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനും ഒരേ ഇമേജ് ഉള്ളത്. സിമിലർലി 2ന്റെയും 3ന്റെയും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനും ഒരേ ഇമേജ് ഉള്ളത്. അങ്ങനെ പറ്റില്ലല്ലോ. ഇപ്പോൾ 1 ആണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് വേണം. ദർഫോർ ഇത് എന്തല്ല, ഇൻജക്റ്റീവ് അല്ല, 1 അല്ല. ദർഫോർ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഇൻറ്റിജർ വാല്യൂസ് ആയിട്ട് 3 എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. അടുത്ത നമുക്ക് നോക്കാം. The value of the integral -1 to 1 mod x dx. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏരിയൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് വെറുതെ ഫിഗർ വരച്ചിട്ട് ചെയ്യാം. അല്ലാണ്ട് പറയുകയാണെങ്കിൽ mod x-ന് നമ്മൾ എന്താ, ശരിക്കും mod x-ന്റെ ഡെഫിനിഷൻ എന്താ, അത് x ആണ് when x is greater than or equal to 0 and minus x if x less than 0 അല്ലേ. mod x എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂയിലേക്ക് x-നെ മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ -1 to 1 ആണ് നമ്മുടെ ലിമിറ്റ് അല്ലേ. -1 to 1 ആണ് നമ്മുടെ ലിമിറ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം നെഗറ്റീവ് വാല്യൂസിനൊക്കെ ഫംഗ്ഷൻ എടുക്കുന്നത് -x ആണ്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ -1 മുതൽ 0 വരെ നമ്മൾ ഫംഗ്ഷൻ എന്തെന്ന് കൊടുക്കും, -x dx എന്ന് കൊടുക്കും. പ്ലസ് 0 മുതൽ 1 വരെ നമ്മൾ ഫംഗ്ഷനെ x dx എന്ന് കൊടുക്കും. ആ ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലേ. നമ്മൾ ലിമിറ്റ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക തന്ന ഇൻ്റർവെൽ വെച്ചിട്ട് ആ ഇൻ്റർവെല്ലിൽ എവിടേക്കാണോ നെഗറ്റീവ് ഉള്ളത് അവിടെ നമ്മൾ നെഗറ്റീവ് x എന്ന് കൊടുത്തു. അല്ലാതെ പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് നമ്മൾ പോസിറ്റീവ് x dx എന്നും കൊടുത്തു. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ ഇനിയിപ്പോൾ മോഡുലസ് പോലത്തെ ഒരു സൈൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നതാണ്. -x²/2 നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഫ്രം -1 to 0. അതുപോലെ x²/2 നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഫ്രം 0 to 1. നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് 1 ആണ് കിട്ടുക. അപ്പോൾ നിങ്ങളത് ചെയ്താൽ മതി. ജസ്റ്റ് ഇൻ്റഗ്രേഷൻ ആണല്ലേ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ലോ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്യുക, അത് സം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നാലും ചെയ്യാം. ഇത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഇഫ് integral 1 plus log x whole square by x dx is equal to f of x plus c where c is an arbitrary constant then f of x is. അതായത് ഇന്റഗ്രൽ ഫൈൻഡ് ചെയ്യാനാണല്ലേ. ഒരു ഇന്റഗ്രൽ എന്ന് പറയുന്നത് f of x ആണെങ്കിൽ ആ f of x എന്തായിരിക്കും, c എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ f of x എന്തായിരിക്കും നാം ഫൈൻഡ് ചെയ്ത്
ഇൻ ഷോർട്ട് നമ്മൾ ആ ഇൻ്റഗ്രൽ ഫൈൻഡ് ചെയ്യണം, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രൽ 1 + log x ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റഗ്രൽ കണ്ടാൽ ശരിക്കും പെട്ടെന്ന് നമ്മൾ ഞെട്ടും. കാരണം log x പോലത്തെ കാര്യങ്ങളും അതിന് സ്ക്വയർ ഉണ്ട്, താഴെ എക്സ് ഉണ്ട്, ഒക്കെ കൂടി കൺഫ്യൂഷൻ ആണ്. ഇനിയിപ്പം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യും എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ നമുക്കറിയാം ഇൻ്റഗ്രലിനെ എളുപ്പത്തിലാക്കാൻ നമ്മൾ ഒരുപാട് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പഠിച്ചത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇൻ്റഗ്രേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? ഒരു ഇൻ്റഗ്രൻറ്റിൽ ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും ഒന്നിച്ച് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ log x ന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x അല്ലേ? 1 + log x ന്റെ ഡെറിവേറ്റീവ് അതും 1/x ആണ്, കാരണം 1 ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ ഇവിടെ ഒരു ഫംഗ്ഷനും ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്, ഒന്നിച്ചുണ്ട്. സോ നമുക്ക് എന്ത് യൂസ് ചെയ്ത് നോക്കാം? ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാം. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1 + log x നമ്മൾ u എന്ന് കൊടുക്കും. ആൻഡ് വി ഹാവ് 1 + log x u ആകുമ്പോൾ കറസ്പോണ്ടിംഗ്ലി 1/x dx നമുക്ക് du എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രൽ എങ്ങനെ മാറ്റി എഴുതാം? 1 + log x പകരം u എന്ന് കൊടുത്താൽ u² ആയി, ബൈ dx/x എന്ന് പറയുന്നത് du അല്ലേ? പിന്നെ വേറെ ഒന്നും വേണ്ട, dx/x is du. സോ വി ഹാവ് u³/3 + c എന്നാണ് നമുക്ക് ആൻസർ വരാം. പക്ഷേ u എന്താണ്? 1 + log x ആണ്. സോ നമ്മൾ അതിനെ മാറ്റി എഴുതുമ്പോൾ 1 + log x ഹോൾ ക്യൂബ്/3 + c എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. എളുപ്പമല്ലേ? പെട്ടെന്ന് കാണുമ്പോൾ എന്തോ ആണെന്ന് വിചാരിക്കുന്ന ഇൻ്റർവ്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് എളുപ്പമായി. അപ്പോൾ ഇതാണ് നമ്മൾ ആ മെത്തേഡ്സ് പഠിച്ചു വെക്കണം എന്ന് പറയുന്നത്. നമ്മുടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ ആയിരിക്കും. അടുത്ത പ്രോബ്ലം നോക്കാം. If integral cos x by 1 - sin x into 2 - sin x dx is equal to f of x plus c, then f of x is capital F of x എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ integral cos x by 1 - sin x into 2 - sin x dx ഇതും നേരത്തെ പോലെ കണ്ടാൽ പെട്ടെന്ന് ഒരു ഡിഫിക്കൽട്ടി തോന്നുന്ന പ്രോബ്ലം ആണെങ്കിലും നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു കോൺസെപ്റ്റ്, ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഒന്നിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ആരുണ്ട്? sin x ഉണ്ട്. ആൻഡ് കറസ്പോണ്ടിംഗ്ലി sin x ന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? cos x ഉണ്ട്. സോ നമുക്ക് ഇവിടെ sin x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ cos x dx ആയിട്ട് കിട്ടും. സോ നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് sin x is equal to u എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? cos x dx is equal to du എന്ന് കിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എങ്ങനെ മാറാൻ നമുക്ക് എഴുതി നോക്കാം. cos x dx ന് വരെ നമ്മൾ du എന്ന് എഴുതി, ഡിവൈഡ് ബൈ sin x ന് നമ്മൾ u എന്ന് കൊടുത്തിട്ട് നമുക്ക് 1 - u into 2 - u എന്ന് കിട്ടി. ഈ ഫോമിലേക്ക് നമ്മൾ ഇൻ്റഗ്രൽ മാറി. ഇൻ്റഗ്രൽ du/1 - u into 2 - u ലേക്ക് മാറി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ du/1 - u into 2 - u ഇത് നമ്മൾ ഡയറക്റ്റ് ചെയ്യാറുണ്ടോ? ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഫോമിലേക്ക് നമുക്ക് തന്നാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? അതെ, പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ടാലേ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ du/1 - u into 2 - u നമുക്ക് എന്ത് ചെയ്യാം? പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. അതായത് 1/1 - u into 2 - u നെ നമ്മൾ എന്താക്കി മാറ്റണം? സം ഫോമിലേക്ക് മാറ്റണം. നമുക്കറിയാം സം ഫോമിലേക്ക് മാറ്റുമ്പോൾ ഇത് a/1 - u പ്ലസ് b/2 - u ആയിട്ട് മാറും. a/1 - u പ്ലസ് b/2 - u ആയിട്ട് മാറും. നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം? a b എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. a b രണ്ട് കോൺസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 1 - u into 2 - u കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് സൈഡും. സോ ലെഫ്റ്റ് സൈഡ് നമുക്ക് 1 എന്ന് കിട്ടും, റൈറ്റ് സൈഡ് നമുക്ക് എന്ത് കിട്ടും? 1 into 2 - u എന്ന് കിട്ടും, പ്ലസ് b into 2 - u പ്ലസ് b into 1 - u ആൻഡ് a into 2 - u എന്ന് വരിക. വിച്ച് ഇംപ്ലൈസ് ചെയ്ത് നമ്മൾ എയും ബിയും കണ്ടുപിടിക്കണം. 1 is equal to 2a minus au പ്ലസ് b മൈനസ് ബി യു എന്നൊക്കെ വരിക. നമുക്കറിയാം ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1ഉം 2a പ്ലസ് ബി യു അല്ലേ വരാം. രണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് 2a പ്ലസ് b ഈക്വൽ ടു 1 ആണ്. ആൻഡ് സിമിലർലി നമുക്ക് മൈനസ് എ യു മൈനസ് ബി യു ഈക്വൽ ടു 0 എന്നാണ് വരിക, കാരണം ഇവിടെ യുവിൻ്റെ കോഫിഷ്യൻസ് ലെഫ്റ്റ് സൈഡിലില്ല. സോ വി ഹാവ് മൈനസ് ഓഫ് എ പ്ലസ് യു ഈക്വൽ ടു 0, ദാറ്റ് ഇസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്ക് 0 എന്ന് തന്നെ കിട്ടും. 2a പ്ലസ് ബി 1ഉം a പ്ലസ് ബി 0 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2a മൈനസ് എ എന്ന് പറയുന്നത് a ആണ്, ദാറ്റ് ഇസ് എ എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടും. a 1 ആണെങ്കിൽ b എന്ന് പറയുന്നത് -1 ആയിരിക്കും, കാരണം a പ്ലസ് ബി 0 ആണ്. സോ വി ഹാവ് a ഈക്വൽ ടു 1 ആൻഡ് b ഈക്വൽ ടു -1. ഇങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇതിനെ സം ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 1/1 - u തന്നെ നമ്മൾ എഴുതി, ഓക്കെ, പ്ലസ് -1/2 - u എന്ന് കിട്ടും du. ഇതിൽ ഓരോന്നിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ln of 1 - u മൈനസ് ln of 2 - u പ്ലസ് c എന്ന് കിട്ടും. lnൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം, ഇങ്ങനെ ഡിഫറൻസ് വരുമ്പോൾ നമ്മൾ ln എടുക്കുമ്പോൾ ln of 1 - u ബൈ 2 - u പ്ലസ് c ആവും. ഇനി ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ യുവിനെ തിരിച്ച് കൊണ്ടുപോകണം അല്ലേ, അത് മറന്നു പോകരുത്. യുവിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താണോ അത് വെച്ച് നമ്മൾ മാറ്റുമ്പോൾ വി ഹാവ് u is equal to sin x ആൻഡ് ln of 1 - sin x ബൈ 2 - sin x പ്ലസ് c. ഓപ്ഷനിൽ നമുക്ക്
ഇവിടെ ഒരു എറർ വന്നത് ln of 1 minus u by 2 minus u ln of 1 minus sin x by 2 minus sin x 2 plus sin x ആണ് ഇവിടെ ഓപ്ഷൻ ഉള്ളത് അല്ലേ. ഈ ഓപ്ഷൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ആർബിട്രറി കോൺസ്റ്റന്റിൽ എന്തോ ചെറിയ നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെയും ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് തിരിഞ്ഞിട്ട് വന്നത്. എന്തായാലും ഓപ്ഷൻ നമുക്ക് ഇതായിരിക്കും വരിക, രണ്ടും നെഗറ്റീവ് ആണല്ലേ നമ്മുടെ. അപ്പം അതൊന്നുകൂടി ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് വെരിഫൈ ചെയ്യണം, എയും ബിയും ഇനി തിരിഞ്ഞു പോയിട്ടുണ്ടോ അതൊന്ന് കറക്റ്റ് ആണോ നോക്കിയാൽ മതി. സോ വി ഹാവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് ഇന്റഗ്രൽ എക്സ് ലോഗ് എക്സ് ഡി എക്സ്. അപ്പം ഇന്റഗ്രൽ എക്സ് ലോഗ് എക്സ് ഡി എക്സ് നമ്മൾ ആദ്യം ഇന്റഗ്രലിനെ എടുത്ത് എഴുതുമ്പോൾ തന്നെ നമുക്ക് അറിയേണ്ട ഒരു ഫോമുലയാണ് ഹൈലൈറ്റ് ഫോമുല അല്ലേ. അതായത് ഇന്റഗ്രേഷൻ ബൈ ഇവിടെ നമ്മൾ കണ്ടാൽ തന്നെ നമുക്കറിയാം എക്സ് ഇൻറ്റു ലോഗ് എക്സ് അങ്ങനെ ഒരു ഫോം ഒക്കെ വരുമ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സാണ് യൂസ് ചെയ്യാറ്. പ്രോഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഓരോ പാർട്ടിൻ്റെ ഇന്റഗ്രൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുക. പക്ഷേ ഈ പാർട്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനൊരു ഓർഡർ ഉണ്ടല്ലേ. അപ്പം ഹൈലൈറ്റ് ആണ് നമ്മുടെ ഈ പാർട്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഈ ഹൈലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകത ഐ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ആണ്. ഈ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ഫംഗ്ഷൻ എടുക്കണം. എൽ ലോഗരിതമിക് ആണ്, എ ഓൾജിബ്രിക് ആണ്, ടി ട്രിഗ്നോമെട്രിക് ആണ്, ഈ എക്സ്പൊണൻഷ്യൽ ആണ്. പക്ഷേ ഇവിടെ നമുക്കുള്ളത് ലോഗരിതമിക്കും ഓൾജിബ്രിക്കും ആണ്. അപ്പോൾ ഈ ഓൾജിബ്രിക്കിന്റെ മുന്നേ എന്ത് വരണം, ലോഗരിതം ഫംഗ്ഷൻ വരും. ദാറ്റ് ഇസ് ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് എന്നാണ് വരിക. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ യു ഇൻറ്റു ഇൻറ്റഗ്രൽ വി മൈനസ് ഇൻറ്റഗ്രൽ യു ഡാഷ് എന്ന് പറയുന്ന 1/x ആണ് ഇൻറ്റു ഇൻറ്റഗ്രൽ വി. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ദാറ്റ് ഇസ് ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇൻറ്റഗ്രൽ 1/x ഇൻറ്റു x square by 2 dx എന്ന് വരും. ദാറ്റ് ഈസ് log x ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എക്സും 2 ക്യാൻസൽ ചെയ്താൽ x by 2 എന്ന് വരും. വിച്ച് ഇസ് മൈനസ് 1/2 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇസ് അഗെയിൻ എക്സ് സ്ക്വയർ ബൈ 2 ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ ബൈ 4 എന്ന് വരും. സോ ആർ ആൻസർ ഇസ് എക്സ് സ്ക്വയർ log x by 2 മൈനസ് 1/2 ഇൻറ്റു 1/2 നമുക്കറിയാം 1/4 ആണ്. സോ വി ഹാവ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആയിട്ട് വരിക. ഓക്കെ, next question is the value of integral 0 to 3 mod x minus 2 dx is. നമുക്ക് നോക്കാം. മോഡിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തല്ലോ, അതേപോലെയാണ് ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ആദ്യം ഒന്ന് എഴുതി വെക്കാം. മോഡ് എക്സ് മൈനസ് 2 നമുക്കറിയാം മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 യാ. അതുപോലെ ഇവിടെ എന്തായിരിക്കും വരിക, എക്സ് മൈനസ് 2 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെൻ ഫംഗ്ഷൻ ഇവിടെ എക്സിന് പകരം എന്താണ് എക്സ് മൈനസ് 2. അപ്പം എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് എഴുതണം. അതുപോലെ മൈനസ് ഓഫ് എക്സ് മൈനസ് 2 വെൻ എക്സ് മൈനസ് 2 ലെസ് ദാൻ 0. സോ ഇതിന് നമ്മൾ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, x minus 2 when x minus 2 greater than equal to 0 അല്ലേ. സോ വി ഹാവ് x greater than equal to 2. ജസ്റ്റ് 2നെ അങ്ങോട്ട് എടുത്തേ ഉള്ളൂ. അതുപോലെ മൈനസ് എക്സ് മൈനസ് 2 when x less than 2. അപ്പം നമുക്കിപ്പോൾ ഫംഗ്ഷനെ രണ്ടായിട്ട് കിട്ടിയത് 2വിൽ കുറവായിട്ടുള്ളിടത്തൊക്കെ നമ്മൾ ഫംഗ്ഷന് പകരം മൈനസ് ഓഫ് എക്സ് മൈനസ് 2 എന്ന് എഴുതണം. അതുപോലെ 2വിൽ കൂടുതലായിട്ടുള്ള റിയൽ നമ്പേഴ്സിനൊക്കെ നമ്മൾ എക്സ് മൈനസ് 2 എന്ന് എഴുതണം. ഇത് നമ്മുടെ ലിമിറ്റ് നോക്കിയാൽ 0 to 3 ആണ് നമ്മുടെ ലിമിറ്റ്. നമ്മൾ പറഞ്ഞിട്ട് 2വിൽ കുറവ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക, 0 to 2 ഈ ഫംഗ്ഷൻ താഴെയുള്ള ഫംഗ്ഷനാണ് വരിക. അതായത് 0 to 2 നമ്മൾ മൈനസ് ഓഫ് എക്സ് മൈനസ് 2നെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഡി എക്സ് പ്ലസ് 2 to 3 നമ്മൾ ആരെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, എക്സ് മൈനസ് 2നെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ഇങ്ങനെയാണ് നമ്മുടെ ഇൻറ്റഗ്രേറ്റ് വരിക. ഇനി ശരിക്കും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മൈനസ് ഓഫ് എക്സ് മൈനസ് 2നെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എക്സ് പ്ലസ് 2 ആണ്. ദാറ്റ് ഇസ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 2x വരും ഫ്രം 0 to 2 ആൻഡ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 2x വരും ഫ്രം 2 to 3. നിങ്ങൾ ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു 5/2 അങ്ങനെ എന്തോ ആണ് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ തോന്നുന്നു. അതൊന്ന് വെരിഫൈ ചെയ്താൽ മതി. ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോ ലിമിറ്റും കൊടുക്കാനേ ഉള്ളൂ. നമ്മൾ വെറുതെ സമയം കളയണ്ടല്ലോ, നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ അറിയണ്ടാവല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു x ആൻഡ് ദി ലൈൻസ് x ഇസ് ഈക്വൽ ടു 1, x ഇസ് ഈക്വൽ ടു 4 ആൻഡ് x ആക്സിസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോൾ ഏരിയ ഓഫ് ദി റീജിയൻ നമുക്കറിയാം, ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രേഷൻ നമ്മൾ പഠിച്ചാണ്. ഒരു സിമ്പിൾ കർവ് തന്നിട്ട് അതിൻ്റെ ഏരിയ അണ്ടർ ദാറ്റ് കർവ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇൻറ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ സ്ക്വയർ ഈക്വൽ എക്സ് ഫോമിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നമുക്ക് വൈ സ്ക്വയർ ഈക്വൽ എക്സ് ഫോമിൽ അല്ല വേണ്ടത്, വൈ ഈക്വൽ ടു എന്താണോ. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ എക്സ് ആണെങ്കിൽ വൈ ഈക്വൽ ടു ഫോമിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്തായി മാറി, y is equal to root x ആയി മാറി. സോ വി ഹാവ് y is equal to root x. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്ന ലിമിറ്റ്സ് x is equal to 1 ആണ്, x is equal to 4 ആണ് ആൻഡ് x ആക്സിസ് ആണ്. സോ വി ഹാവ് ഇൻറ്റഗ്രൽ 1 to 4 root x dx. root x dx എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, x raised to 3/2 by 3/2 ആണ്. ദാറ്റ് ഇസ് 2/3 എന്ന് എഴുതാം. ഫ്രം 1 to 4 എന്ന് വരും. ദാറ്റ് ഇസ് 2/3 4 raised to 3/2 മൈനസ് 2/3 1 raised to 3/2 നമുക്കറിയാം 1 തന്നെയാണ്. ഇനി അടുത്തത് 2/3 4 raised to 3/2 നമ്മൾ എങ്ങനെ ചെയ്യാം, 4 raised to 3/2 എന്ന് പറയുന്നത് എന്താ, 4 into 4 raised to 1/2 അല്ലേ. നമുക്കറിയാം 1 plus 1/2 ആണല്ലോ 3/2. സോ 4 into 4 raised to 1/2. ഈ 4 raised to 1/2 എന്താ, √4 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 2. സോ വി ഹാവ് 4 into 2 എന്നാ വരിക, വിച്ച് ഇസ് 8 മൈനസ് 2/3 എന്ന് വരും. ദാറ്റ് ഇസ് 8 into 2 16/3 മൈനസ് 2/3 എന്ന് വരും. അതെന്താ
14/3 ആണ് നമുക്ക് ആൻസർ വരാം. ഓപ്ഷൻസിൽ 14/3 നമ്മുടെ ആൻസർ 14/3 ആണ്. അപ്പോൾ അത് ഓക്കെയാണ്. Next question, if the solution of sin cube x dx by dy is equal to sin y is a cos y plus b cos x plus 3 cos 3x equal to d, then the value of a plus b plus c is. അപ്പോൾ a plus b plus c യുടെ വാല്യൂ ആണ് കാണേണ്ടത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ സൊല്യൂഷൻ ഈ ഫോമിലാണെങ്കിൽ എ ബി സിയുടെ വാല്യൂസ് കണ്ടിട്ട് അതിൻ്റെ സമ്മിൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. സോ ആദ്യം നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ആൻസർ ഫൈൻഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. sin cube x dx by dy is equal to sin y. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കറിയാം, നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടപാടെ എക്സിൻ്റെ വേരിയബിൾസിനെ ഒരു സൈഡിലേക്കും വൈൻ്റെ വേരിയബിൾസിനെ വേറൊരു സൈഡിലേക്കും മാറ്റാൻ പറ്റുന്നുണ്ട്, സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വേരിയബിൾ സെപ്പറബിൾ ഫോം തന്നെയാണ് ചെയ്യുക. അതായത് രണ്ട് ഭാഗത്തേക്കും അങ്ങനെ മാറ്റിയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ ശരിയല്ലേ. sin cube x dx is equal to sin y dy എന്ന് എഴുതിക്കൂടെ? ഓഫ് കോഴ്സ് നമുക്ക് എഴുതാം. എന്താ ചെയ്യുക, രണ്ട് ഭാഗവും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. എഗെയിൻ ഒരു പ്രശ്നം വന്നു, സൈൻ ക്യൂബ് എക്സിന് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുള്ളൊരു പ്രശ്നം വന്നു. ഈ sin 3x-ഉം sin x-ഉം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന അത്ര എളുപ്പമാണോ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ? അല്ലല്ലേ, ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് വഴികളുണ്ട്. sin square x into x sin x എന്നൊക്കെ മാറ്റിയിട്ടും നമ്മൾ ചെയ്യാം. അല്ലാണ്ട് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. നമുക്കറിയാവുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് sin 3x is equal to 3 sin x minus 4 sin cube x. എന്താണ്? sin 3x is equal to 3 sin x minus 4 sin cube x. ഇതിൽ നമുക്ക് sin cube x എന്താന്ന് കിട്ടി? sin cube x is equal to 3 sin x minus sin 3x whole divided by 4 എന്ന് കിട്ടി. 3 sin x അല്ലേ, മൈനസ് sin 3x 4 താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഫോമിലേക്ക് കിട്ടി. ഈ ഒരു ഫോം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്താ, sin x ഇൻറ്റഗ്രേറ്റ് നമുക്കറിയാവുന്നതാണ്, sin 3x-നെ ഇൻറ്റഗ്രേറ്റ് നമുക്കറിയാം. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റുമ്പം ഇറ്റ് ബിക്കംസ് 1/4 ഇൻറ്റു ഇൻറ്റഗ്രൽ 3 sin x minus sin 3x dx which is equal to നമുക്കറിയാം sin y-യുടെ ഇൻ്റഗ്രൽ എന്താ, മൈനസ് കോസ് y ആണ്, പ്ലസ് ചെയ്യുന്ന വരും. ആ ഐഡൻറ്റിറ്റി വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് കിട്ടി. അപ്പോൾ ആ ഐഡൻറ്റിറ്റീസ് എന്തായാലും പഠിച്ച് വെക്കുക. അങ്ങനെ ശരിക്കും നമുക്ക് പ്രോബ്ലം ഒരുപാട് എളുപ്പമാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സ്റ്റക്കായി പോകും, ചില സ്ഥലത്തെത്തുമ്പോൾ ഇനി എന്താ ചെയ്യുക എന്നുള്ളത്. കാരണം ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആ സ്പോട്ടിലിരുന്ന് പ്രൂവ് ചെയ്യാമെന്നൊന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സാമിന് ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ പിന്നെ നമ്മളത് പഠിച്ച് വെക്കുന്നത് തന്നെയാണ് നല്ലത്. സോ വി ഹാവ് 1/4 ഇൻറ്റു 3 sin x integral is minus 3 cos x minus sin 3x മൈനസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ആവും. ദാറ്റ് ഇസ് cos 3x എന്ന് വരും, by 3 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് y പ്ലസ് ചെയ്യുന്ന വരും. അപ്പോൾ ഫോം ഒന്നുകൂടി, അതായത് എല്ലാവരെയും റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് വരാം മൈനസ് 3/4 cos x എന്ന് വരും, പ്ലസ് 1/4 ഇൻറ്റു 1/3 cos 3x, ദാറ്റ് ഇസ് 1/12 ഇൻറ്റു cos 3x എന്ന് വരും, പ്ലസ് cos y എന്ന് വരും. cos y ഇങ്ങോട്ട് വരുമ്പോൾ സോ ഇത്രയും ആൾക്കാരാണ്, വിച്ച് ഇസ് ഈക്വൽ ടു സം സി. അപ്പോൾ ഇനി നമ്മൾ തന്ന ഫോം നോക്കുക അല്ലേ. തന്ന ഫോം എന്താ, എ കോസ് വൈ പ്ലസ് ബി കോസ് എക്സ് പ്ലസ് സി കോസ് 3x എന്നാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ എ കോസ് വൈ ഫോമിലുള്ളത് ഇയാളല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് എ എന്തായിട്ട് കിട്ടി, 1 ആണ് കിട്ടി. അതുപോലെ തന്നെ ബി കോസ് എക്സ് ഫോമിൽ ഇവിടെ ഉള്ളത് കോസ് എക്സ് ഫോം ആയതുകൊണ്ട് ഇവിടെ ഉള്ളത് ബി ആയിട്ട് നമുക്കുള്ളത് മൈനസ് 3/4 ആണ്. സിമിലർലി സി കോസ് 3x ആണ്. സി എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/12 ആയിരിക്കും. നമ്മളോട് ചോദിച്ചത് എന്താ, എ പ്ലസ് ബി പ്ലസ് സി അല്ലേ. നമ്മൾ അതിൻ്റെ സം എടുക്കണം. 1 പ്ലസ് 1/2 പ്ലസ് മൈനസ് 3/4 എന്ന് വരും. 1/2 അല്ല 1/12 ആണല്ലേ. ഇങ്ങനത്തെ ഒക്കെ തെറ്റ് വന്നാൽ മതി, നമ്മളിങ്ങനെ നട്ടം തിരിയും ഓപ്ഷനിൽ കാണാണ്ട്. സോ 1 പ്ലസ് 1/12 പ്ലസ് മൈനസ് 3/4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12/12 പ്ലസ് 1/12 പ്ലസ് മൈനസ് 3നെ 12 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, മൈനസ് 9/12 നൽകും. സോ വി ഹാവ് 12 പ്ലസ് 1 ഇസ് 13 മൈനസ് 9 എന്ന് പറയുമ്പം we have 4/3 അല്ലേ, 4/12 ആണ്. 4/12 എന്ന് പറയുമ്പോൾ we have 2/3. no it is 3 into 4 അല്ലേ. അപ്പോൾ 1/3 എന്ന് വരും. 1/3 ആണ് നമുക്ക് ആൻസർ വരാം. 4/12 is 1/3. so we have a plus b plus c is equal to 1/3. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്ന് നമ്മൾ അതിനെ സോൾവ് ചെയ്ത് അതിൻ്റെ ഒരു ജനറൽ ഫോമാറ്റ് തന്നിട്ട് അതിൽ നമ്മൾ എ ബി സിനെ എടുക്കുക. അതിൻ്റെ സമ്മാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചത്. സം അല്ലാണ്ട് എന്തും ചോദിക്കാമല്ലോ. അപ്പോൾ ആ എ ബി സി ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ കാര്യം. നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. ദ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം dy/dx is equal to e raised to 2x plus y of 0 equal to 0. അപ്പോൾ നമുക്കറിയാം ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കൂടെ നമുക്ക് എന്തുകൂടി തരും, ഒരു ഇനീഷ്യൽ വാല്യൂവും കൂടി തരും. ഈ y of 0 equal to 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം y is equal to 0
വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അതായത് എക്സ് 0 എന്ന് പറയുന്ന വാല്യൂ എടുക്കുമ്പോൾ വൈയും 0 ആയിരിക്കും. സോ നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. dy ബൈ dx എന്താ? e റേസ് ടു 2x പ്ലസ് വൈ ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? e റേസ് ടു 2x ഇൻറ്റു e റേസ് ടു വൈ എന്ന് എഴുതാം അല്ലേ. ഇനി ഇതിന് ഈ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. ഈ e റേസ് ടു 2x dx അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ റൈറ്റ് സൈഡ് ഇസ് e റേസ് ടു 2x dx. ലെഫ്റ്റ് സൈഡ് എന്താവും? e റേസ് ടു y താഴേക്ക് വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് ആയിട്ട് e റേസ് ടു മൈനസ് വൈ dy എന്ന് വരും. സോ വി ഹാവ് e റേസ് ടു മൈനസ് വൈ dy ഇസ് ഈക്വൽ ടു e റേസ് ടു 2x dx. ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? e റേസ് ടു മൈനസ് വൈ മൈനസ് ബൈ മൈനസ് 1 എന്നല്ലേ വരാം. ദാറ്റ് ഇസ് മൈനസ് e റേസ് ടു മൈനസ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു e റേസ് ടു 2x ബൈ 2 പ്ലസ് സി എന്ന് വരും. സോ ഇതാണ് നമുക്ക് കിട്ടിയ ഒരു ഫോം. ഇത് നമ്മൾ വൈനെ എടുക്കണം. അതിന്റെ മുന്നേ നമുക്ക് ഈ സീനെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാം? ഈ ഒരു ഇനീഷ്യൽ വാല്യൂ യൂസ് ചെയ്യാം. അതായത് y 0 ആണ് വെൻ x is equal to 0. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? സിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. സോ നമുക്ക് നോക്കാം. y 0 വെൻ x is equal to 0 എന്ന് പറയുമ്പോൾ നമ്മൾ x ന് ആദ്യം 0 കൊടുക്കാം, വിച്ച് ഇംപ്ലൈസ് y is equal to 0 അല്ലേ. x is equal to 0 which implies y equal to 0. Therefore we have minus e raised to 0 എന്ന് പറയുന്നത് എന്താ? e raised to 0 1 ആണ്. That is minus 1 is equal to e raised to 2 into 0 വരും. That is e raised to 0 again 1 ആണ്. 1 by 2 plus c എന്ന് വരും, which implies c is equal to minus 1 minus 1 by 2 which is minus 3 by 2. അപ്പോൾ നമുക്ക് c എന്താണെന്ന് കിട്ടി? minus 3 by 2 ആണ് കിട്ടി. അപ്പോൾ നമ്മൾ ബാക്കി എഴുതുമ്പോൾ നമ്മുടെ ആൻസറിൻ്റെ അടുത്ത ഫോം എഴുതുമ്പോൾ നമുക്ക് മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 2x ബൈ 2 മൈനസ് 3 by 2 എന്ന് കിട്ടി അല്ലേ. കോൺസ്റ്റൻറ്റിന് പകരം നമ്മൾ 3 by 2 എഴുതി, വിച്ച് ഇസ് ഇ റേസ് ടു 2x മൈനസ് 3 by 2. ഇത്രയും ഓക്കെയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇ റേസ് ടു മൈനസ് ഇ റേസ് ടു മൈനസ് വൈ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? വിച്ച് വി ചേഞ്ച് ഇറ്റ് ടു ഇ റേസ് ടു മൈനസ് വൈ. അതായത് നമ്മൾ ആ നെഗറ്റീവ് കളയാൻ വേണ്ടി അപ്പുറത്ത് നെഗറ്റീവ് കൊടുക്കും. അപ്പുറത്ത് നെഗറ്റീവ് കൊടുക്കുമ്പോൾ സംഭവം തിരിയൂലേ. ഇ റേസ് ടു 3 മൈനസ് ഇ റേസ് ടു 2x എന്നാവും ബൈ 2 എന്ന് വരും, വിച്ച് ഇംപ്ലൈസ് ln of മൈനസ് നോ ഇറ്റ് ഈസ് മൈനസ് വൈ. അതായത് നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും നമുക്കറിയാം ഇ റേസ് ടു ഇയും എല്ലും ക്യാൻസൽ ആവില്ലേ. സോ നമുക്ക് ഇ റേസ് ടു സംതിങ് ഇസ് ഈക്വൽ ടു വേറൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ആ ഇനെ കളയണം. നമുക്ക് വൈ എടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ലോഗരിതം അപ്ലൈ ചെയ്യും. സോ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 3 ലോഗ്, ഇപ്പുറത്ത് ലോഗ് വേണം. സോ വി ഹാവ് ലോഗ് ഓഫ് 3 മൈനസ് 2x ബൈ 2 എന്ന് വരും. സോ വി ഹാവ് y is equal to മൈനസ് ഓഫ് ദിസ് വരും അല്ലേ. അതായത് മൈനസ് ഓഫ് ദിസ് എന്ന് വരുമ്പോൾ ഇത് തിരിയും. എഗെയിൻ ലോഗിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ നമുക്ക് ആൻസർ ആയിട്ട് വരാം 2 by 3 മൈനസ് ഇ റേസ് ടു 2x ആണ്. ലോഗും വരും. സോ y is equal to log of 2 by 3 മൈനസ് ഇ റേസ് ടു 2x ആണ് വരാം. ശരിക്കും നമ്മൾ യൂസ് ചെയ്തത് വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ്. പക്ഷേ അതിൻ്റെ കൂടെ ഇനീഷ്യൽ കണ്ടീഷൻ കൂടി തന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ സി കണ്ടുപിടിച്ച് ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the solution of dy by dx minus y is equal to e raised to x, y of 0 equal to 1, as y is equal to f of x e raised to x, then the value of f of x is പറഞ്ഞ പോലെ തന്നെ dy by dx minus y is equal to e raised to x ഇങ്ങനെ ഒരു ഫോം തന്നിട്ട് അതിൽ നിന്ന് y is equal to f of x into e raised to x ആണ്. അപ്പോൾ ഈ f of x എന്താണ് എന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം തന്നെയാണ്, കാരണം y of 0 equal to 1 തന്നിട്ടുണ്ട്, which implies എന്താ? x is equal to 0 implies y is equal to 1. അതാണ് സംഭവം. So we have x is equal to 0 implies y equal to 1. ആൻഡ് നമ്മളിത് ചെയ്യുമ്പോൾ ആദ്യം നോക്കുക ഇതിൻ്റെ ഫോം എന്താ നോക്കുക. dy by dx മൈനസ് y is equal to e raised to x അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ കണ്ടാണെങ്കിൽ അത് ഒരു ജനറൽ ലീനിയർ ഇക്വേഷൻ ആണോ അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. സോ ഇത് ശരിക്കും എന്ത് ഫോമിലാണ് ഉള്ളത്? dy by dx പ്ലസ് p of x y is equal to q of x ഫോമിലാണ് നമ്മുടെ തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇരിക്കുന്നത് അല്ലേ. dy by dx മൈനസ് y is equal to e raised to x ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് p of x എന്താണെന്ന് കിട്ടി? -1 ആണ് കിട്ടി, കാരണം y-ന്റെ കോഫിഷ്യന്റ് ആണ് p of x അല്ലേ. അതുപോലെ കോഫിഷ്യന്റ് ഇൻ ദ സെൻസ് ഒരു ഫംഗ്ഷൻ ആണ് p of x, പക്ഷേ ഇവിടെ ഫംഗ്ഷൻ ആയിട്ടല്ല, -1 എന്നുള്ള രീതിയിലാണ്, എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ടല്ല. ആൻഡ് സിമിലർലി q of x എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ ആണ്, വിച്ച് ഇസ് e raised to x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? p of x ഉം കിട്ടി, q of x ഉം കിട്ടി. ഇനി നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണണം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ? e raised to ഇന്റഗ്രൽ p of x dx ആണ്, വിച്ച് ഇസ് e raised to ഇന്റഗ്രൽ -1 എന്ന് വരും അല്ലേ. ദാറ്റ് ഇസ് e raised to -6 എന്ന് വരും. അതാണ് നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത് y into integrating factor is equal to integral q into integrating factor plus c. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിന്റെ ഫോമാറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുക. അപ്പം y into integrating factor എന്ന് പറയുമ്പോൾ y into e raised to -6 is equal to integral q എന്താ നമ്മുടെ q of x is e raised to x. So we have e raised to x into integrating factor is e raised to -6 plus c എന്ന് വരും, which implies y into e raised to -6 is equal to integral e raised to x ഉം e raised to -6 അല്ലേ. x -x 0 ആകുമ്പോൾ e raised to 0 വരും, which is 1 dx. അപ്പം നമുക്ക് ശരിക്കും കിട്ടുക 1ന്റെ ഇന്റഗ്രൽ ആണ്, നമുക്ക് x പ്ലസ് c എന്ന് എഴുതാൻ പറ്റും. സോ വി ഹാവ് y e raised to -6 is equal to x plus c
ഇനി നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ശരിക്കും എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സിലേക്ക് നമുക്ക് ഈ വൈനെ മാറ്റാൻ പറ്റണം. അതിനുവേണ്ടി നമുക്ക് ഈ സി ഫൈൻഡ് ചെയ്യണ്ടേ. അപ്പോൾ സി ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് y of 0 = 1 എന്ന് പറയുന്ന ഇൻഫർമേഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. y of 0 1 ആവാന്ന് പറഞ്ഞാൽ x 0 ആകുമ്പോൾ y 1 ആവണം. സോ y 1 ഇൻറ്റു നമ്മൾ ഈ ഫൈനൽ ആൻസറിലാട്ടോ കൊടുക്കുന്നത്. ഇതിന് 1 എന്ന് കൊടുത്താൽ 1ൽ നമ്മൾ yക്ക് 1 കൊടുത്തു, എക്സിന് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 വിച്ച് ഇസ് അഗൈൻ 1 വിച്ച് ഇസ് ഈക്വൽ ടു എക്സിന് 0 കൊടുക്കുമ്പോൾ 1 വരും, അല്ല എക്സിന് 0 കൊടുക്കുമ്പോൾ 0 എന്ന് വരും പ്ലസ് സി വിച്ച് ഇംപ്ലൈസ് സി ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആർബിട്രറി കോൺസ്റ്റന്റ് കൂടി കിട്ടി. സോ നമ്മുടെ ഫൈനൽ ഫോമിൽ എന്തായി, y e raised to minus x is equal to x plus 1 എന്നായില്ലേ, which implies y is equal to e raised to minus x നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതെന്തോ e raised to x into x plus 1 ആയി മാറി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, y is equal to f of x e raised to x ആണെങ്കിൽ f of x എന്താണ്. അപ്പോൾ ഇവിടെ നമുക്ക് e raised to x into x plus 1 എന്നല്ലേ, അതായത് f of x എന്ന് പറയുന്നത് x plus 1 ആയിരിക്കും. നമ്മുടെ ഓപ്ഷനിൽ റൈറ്റ് ആൻസർ ഉണ്ട്. സോ വി ഹാവ് 2 as the answer, x plus 1. Homogeneous differential equation of the form dx by dy is equal to g of x by y can be solved by making the substitution. ഇതൊന്നും നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്നതാണ്. dx by dy is equal to g of x by y ഫോമിലാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, x by y ക്ക് v കൊടുക്കും അല്ലേ. x by y ക്ക് v കൊടുത്താൽ x എന്താവും, vy എന്നാവും. സോ ആ ഓപ്ഷൻ ഉണ്ടോ നമുക്ക്, x is equal to vy, തേർഡ് ഓപ്ഷൻ ആണ്. സോ അതാണ് റൈറ്റ് ആൻസർ. Sum of the order and degree of the differential equation dy by dx is equal to whole cube plus d square y by dx square whole square is equal to 0 is. നമുക്കറിയാം ഓർഡറും വേണം ഡിഗ്രിയും വേണം. അപ്പോൾ ആദ്യം അതെന്താണെന്ന് അറിയണം. ഓർഡറും ഡിഗ്രിയും നമുക്കറിയാം, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ആ ഓർഡറിനാണ് നമ്മൾ ഓർഡർ എന്ന് വിളിക്കുന്നത്. അതായത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ ഉള്ളത് ആ ഓർഡറിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ അല്ലേ, ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഉള്ളൂ, ഇവിടെ ഡി സ്ക്വയർ വൈ ബൈ, അതായത് ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. സിമിലർലി ഈ ഹയസ്റ്റ് ഓർഡർ ഈ ഒരു ഫോമിൻ്റെ പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് വിളിക്കുന്നത്. സോ ഇവിടുത്തെ പവർ എന്താ, 2 ആണ്. സോ വി ഹാവ് ഡിഗ്രി ഈസ് ഈക്വൽ ടു 2. അപ്പം ഓർഡർ ആൻഡ് ഡിഗ്രിയുടെ സമ്മാണ് ചോദിച്ചത് അല്ലേ, 2 + 2 = 4 എന്ന് കിട്ടും. സോ ഫോർത്ത് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. The number of arbitrary constants in the general solution of a differential equation of third orders. ഇതൊക്കെ ഡയറക്റ്റ് എഴുതാൻ പറ്റുന്ന ആൻസേഴ്സ് ആണ്. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് ഇൻ ജനറൽ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ. നമുക്കറിയാം ഈ ജനറൽ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് തേർഡ് ഓർഡർ ആണെങ്കിൽ നമുക്ക് 3 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാവും. സിമിലർലി അത് n ഓർഡർ ആണെങ്കിൽ നമുക്ക് n ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഈ സെക്കൻഡ് ഓർഡറിൻ്റെ നമ്മൾ a cos x plus b sin x എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതാറുണ്ടല്ലേ. a b എന്ന് പറഞ്ഞിട്ട് 2 കോൺസ്റ്റൻസ് ഉള്ളത് സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ അതേ ട്രാക്ക് തന്നെയാണ് ശരിക്കും മുന്നോട്ട് എല്ലാ n-നും ഉണ്ടാവുക. സോ വി ഹാവ് ഇവിടെ നമുക്ക് 3 ആണല്ലോ ഓർഡർ തന്നിട്ടുള്ളത്. നമ്പർ തേർഡ് ഓർഡർ ആയതുകൊണ്ട് നമുക്ക് ആൻസർ 3 എന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റും. And next is the area bounded by the curve y is equal to sin x between 0 and pi. So we have നേരത്തെ ചെയ്തതുകൊണ്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇന്റർവൽ 0 to pi sin x dx ആണ്, which is minus cos x from 0 to pi, that is minus cos pi minus 0, that is cos 0 1 ആണ്. cos pi എന്ന് പറയുന്നത് -1 ആണ്. minus of -1 എന്ന് പറയുമ്പോൾ +1 വരും, that is 1 + 1 is equal to 2 എന്നാണ് വരിക. 1 + 1 is equal to 2 എന്നാണ് വരിക. നിങ്ങളിത് എഴുതി നോക്കണേ, കാണുമ്പോൾ അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല. സോ വി ഹാവ് ഓപ്ഷൻ 3 ആസ് ദി ആൻസർ. നെക്സ്റ്റ് ദ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ is equal to 2x². നമുക്കറിയാം ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് എന്നാക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ എക്സ് ഇവിടെ ഒരു പ്രശ്നമല്ലേ, എക്സിനെ മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലാ ടേംസിനെയും എക്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതിയില്ലേ. സോ നമ്മൾ ഇക്വേഷൻ എന്തായി മാറും, ഡി വൈ ബൈ ഡി എക്സ് മൈനസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമിൽ എക്സ് പോയി 1 ആയി, വൈ ബൈ എക്സ് ആയി, വിച്ച് ഇസ് ഈക്വൽ ടു 2x² ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 2x അല്ലേ. അപ്പോൾ ഇനി നമ്മുടെ ജനറൽ ഫോമിലെത്തി. ഇവിടെ എന്താ നമ്മുടെ പി ഓഫ് എക്സ് ആയിട്ട് കിട്ടുന്നത്, വൈയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ എന്താ -1/x ആണ്. -1/x ആണെങ്കിൽ എന്തായിരിക്കും ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ, ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ആയിരിക്കും dx, that is e raised to integral -1/x dx എന്നാണ് വരിക. that is e raised to ln of -ln of x എന്നാണ് വരിക. നമുക്കറിയാം -ln of x എന്ന് പറഞ്ഞാൽ ln of 1/x ആണ്. ഇയും ln-ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്താ വരിക, 1/x എന്നാണ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടുക. സോ വി ഹാവ് 4 ആസ് ദി ആൻസർ. ആ കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. -ln of x നാണ് നമ്മൾ ln of 1/x എന്ന് എഴുതിയത്. കാരണം ln1 -ln x ആണ്, which is ln1 0 ആയതുകൊണ്ട് 0 - ln x എന്ന് വരും, that is -ln x എന്ന് വരും. സോ അങ്ങനെയാണ് അത് 1/x ആയത്. x എന്നോ -x എന്നോ ഒന്നും ചാടിക്കേറി എഴുതരുത്. ഓക്കെ. The angle between two vectors a and b with magnitude 2 and 1 respectively and such that a dot b is equal to √3 is. അപ്പം എയും ബിയും 2 വെക്ടേഴ്സ് ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. അതായത് മോഡ് എ എന്ന് പറയുന്നത് 2 ആണെന്ന് തന്നിട്ടുണ്ട്, മോഡ് ബി എന്ന് പറയുന്നത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി √3 ആണെന്നും തന്നിട്ടുണ്ട്.
സോ തീറ്റ എന്തായിരിക്കും എന്നാണ് ചോദിച്ചാൽ നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് പറയുന്നത് മോഡ് എ മോഡ് ബി കോസ് തീറ്റ അല്ലേ. സോ വി ഹാവ് √3 is equal to 2 into 1 into cos theta, which implies cos theta is equal to √3/2. So cos theta √3/2 value എടുക്കുന്ന എപ്പോഴാണ് theta 30 degree ആകുമ്പോഴല്ലേ. So we have answer as 5/6. Okay. Next, a unit vector perpendicular to both the vectors I minus 2j plus 3k and I plus 2j minus 3k. അല്ല k. സോ രണ്ട് വെക്ടേഴ്സ് വന്നിട്ടുണ്ട്. ഇത് രണ്ടിനോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ. അപ്പോൾ നമുക്കറിയാം എപ്പോഴും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് തന്നെ കഷ്ടപ്പെട്ട് പോകണമെന്നില്ല. ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കാം അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് വെക്ടർ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം യൂണിറ്റ് വെക്ടർ അല്ലാത്തവരെ നമുക്ക് ഒഴിവാക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ -1 1 1 ഇതാണ് കോഎഫിഷ്യൻസ് വരാം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് 1 അല്ല കിട്ടുക അല്ലേ. √1² + 1² + 1² എന്ന് കിട്ടുമ്പോൾ √3 എന്നൊക്കെ കിട്ടുക, വിച്ച് ഇസ് നോട്ട് എ യൂണിറ്റ് വെക്ടർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റിന് അപ്പം തന്നെ ഒഴിവാക്കാം. സിമിലർലി ഈ √2 വരുന്ന കേസും നമുക്ക് ഒഴിവാക്കാം, കാരണം അതും ഇതുപോലെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ 1 അല്ല. അതുകൊണ്ട് തന്നെ അത് രണ്ടും യൂണിറ്റ് വെക്ടേഴ്സ് അല്ല, അത് രണ്ടും ആൻസർ ആവില്ല. ഇനി രണ്ട് ആൻസേഴ്സ് ആണ് നമുക്കുള്ളത് ചെക്ക് ചെയ്യാൻ. ഇത് രണ്ടും എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം പെർപെൻഡിക്കുലർ ടു ദി വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആവും. ദാറ്റ് ഇസ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ ആരെ എടുക്കുമ്പോഴാണ് അങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആവുന്നതെന്ന് നോക്കിയാൽ മതി. -i + j + k എടുക്കുകയാണെങ്കിൽ -1 × 1 ഡോട്ട് പ്രോഡക്റ്റ് അങ്ങനെയല്ല നമ്മൾ എടുക്കുക. -1 × 1 is -1 + 1 × ഇവിടെ -2 ഉണ്ട്, ദാറ്റ് ഇസ് -2 ആൻഡ് 1 × 3. ഓക്കെ, -1 + -2 എന്ന് പറയുമ്പോൾ -3 ആണ്, +3 = 0 ആണ്. സോ വി ഹാവ് ദിസ് വെക്ടറിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടി. ഇതേപോലെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല, കാരണം ഇവിടെ +i. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരിക? സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മുടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ. ഇതിലിപ്പോൾ ശരിക്കും സെക്കൻഡ് വെക്ടർ നമ്മൾ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല, അല്ലാണ്ട് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒഴിവാക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, if a is equal to 10, b is equal to 2 and a dot b is equal to 12, then the value of a cross b is. Okay, അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. a cross b whole square plus a dot b whole square is equal to mod a square mod b square. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ a dot b യെയും a cross b യെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണിത്. mod of a cross b whole square plus a dot b whole square. a dot bക്ക് മോഡ് എടുക്കണ്ട, കാരണം a dot b ചെയ്താൽ തന്നെ നമുക്ക് റിയൽ നമ്പർ അല്ലേ കിട്ടുക, which is equal to mod a square into mod b square. അതായത് ഈ mod a mod b mod a cross b എന്നൊക്കെ പറയുന്ന മാഗ്നിറ്റ്യൂഡാണ്. ഇതിന് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഇതല്ലേ. സോ വി ഹാവ് a dot b square എന്ന് പറയുമ്പോൾ നമുക്കറിയാം a cross b square നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. a dot b എന്ന് പറയുന്നത് 12 ആണ് തന്നിട്ടുണ്ട്. സോ വി ഹാവ് 12 square is equal to 144, which is equal to mod a square എന്ന് പറയുമ്പോൾ 10 square is 100 and b square എന്ന് പറയുമ്പോൾ 2 square is 4. So we have 400, which implies mod of a cross b whole square is equal to 400 minus 144 എന്ന് വരും, which is 256 എന്നല്ല വരിക, 300. ഓക്കെ, 256 ആണ്. അങ്ങനെയാണെങ്കിൽ a cross bയുടെ മാഗ്നിറ്റ്യൂഡ് 256ന്റെ റൂട്ട് എന്താ 16 ആണല്ലേ. സോ വി ഹാവ് mod of a cross b, അതായത് മോഡുലസ് ഓഫ് a cross b എന്ന് പറയുന്നത് a cross bയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്, which is 16. സോ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ a ഡോട്ട് ബിയെയും a ക്രോസ് ബിയുടെയും മാഗ്നിറ്റ്യൂഡിനെ കണക്ട് ചെയ്തത്. ആൻഡ് യൂസിങ് ദാറ്റ് ആണ് നമ്മൾ ഇക്വേഷൻ ചെയ്തത്. If theta is the angle between any two vectors a and b, then mod a dot b is equal to mod a cross b, then theta is equal to, അതായത് നമ്മൾ ഈ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോഴും ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോഴും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ് വരുന്നതെങ്കിൽ തീറ്റ എന്തായിരിക്കും നമുക്ക് ചെയ്ത് നോക്കാം. ഈ a ഡോട്ട് ബി എന്ന് പറയുന്നത് നമുക്കറിയാം mod a mod b cos theta ആണ്. സിമിലർലി mod a mod b sin theta ആണ്. സോ ഇവിടെ ഈ mod a mod b നെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താ ഉണ്ടാവുക? tan theta = 1 എന്നാണ്, which implies theta എന്ന് പറയുന്നത് 5/4 വരും. സോ ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. If p of a equal to 7/13 and p of b equal to 9/13 and p of a intersection b is equal to 4/13, then the value of p of a given b is 4/9. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. p of a given b എന്താ? p of a intersection b divided by p of b അല്ലേ. രണ്ടും തന്നിട്ടുണ്ട്. p of a intersection b എന്താ? 4/13 ആണ്. ഡിവൈഡ് ബൈ p of b എന്ന് പറയുന്നത് 9/13 ആണ്. സോ നമുക്ക് 13 ക്യാൻസൽ ചെയ്താൽ ആൻസർ 4/9 വരും. അപ്പോൾ റൈറ്റ് ആൻസർ ആണ്. p of a given b യുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/9 തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് 1 is true. ഇനി അടുത്തത് a die is thrown. If e is the event, the number appearing is a multiple of 3, and f be the event, the number appearing is even, then a and f are independent events. അപ്പോൾ നമുക്കറിയാം രണ്ട് ഈവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി എടുത്താൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആവും. p of e ഇൻറ്റു p of f. വെറുതെ ഒരു e f റാൻഡമായിട്ട് എടുത്താണ്. അങ്ങനെയാണെങ്കിൽ
പ്രോപ്പർട്ടി ഇതാണ്, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. അങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ, ഈ ഒരു പ്രോപ്പർട്ടി ശരിയാവുകയാണെങ്കിലാണ് ഇ യു എഫ് ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇവർക്ക് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് ഇ യു എഫ് ഒക്കെ നമ്മൾ കാണണം അല്ലേ. അപ്പം ഇ എന്ന് പറയുന്ന ഇവന്റ് എന്ന് പറയുന്നത് ഒരു ഡൈ ത്രോ ചെയ്തതാണ്. സോ നമുക്ക് 1 2 3 4 5 6 ആയിരിക്കും നമ്പേഴ്സ് ഉണ്ടാവുക. ഇ എന്ന് പറയുന്ന ഇവന്റ് ദ നമ്പർ അപ്പിയറിംഗ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ ഡൈ ത്രോ ചെയ്താൽ 3ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് രണ്ടാൾക്കാരല്ലേ, 3ഉം 6ഉം ആണ്. 3ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് 3ഉം 6ഉം ആണ്. ആൻഡ് സിമിലർലി എഫ് എന്ന് പറയുന്നത് നമ്പർ അപ്പിയറിംഗ് ഇസ് ഈവൻ എന്നാണ്. അപ്പോൾ ഈവൻ നമ്പേഴ്സ് എടുക്കണം. 2 4 6 ആണ് എഫ് വരാം. ഇനി അതിന്റെ പ്രോബബിലിറ്റി എഴുതുകയാണെങ്കിൽ പി ഓഫ് ഇ എന്ന് പറയുന്നത് നമുക്കറിയാം മൊത്തം 6 ആൾക്കാരാണുള്ളത്. അതിൽ ഇ എന്ന് പറയുന്നത് 2 ആൾക്കാരാണ്. സോ വി ഹാവ് 2/6 വിച്ച് ഇസ് ഈക്വൽ ടു 1/3. സിമിലർലി എഫ് എന്താ വരിക, പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് 3/6 ആണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 1/2. അപ്പോൾ നമുക്ക് പി ഓഫ് ഇ കിട്ടി, പി ഓഫ് എഫ് കിട്ടി. ഇനി നമുക്ക് ഇന്റർസെക്ഷൻ നോക്കാം. അപ്പം ഈ ഇന്റർസെക്ഷൻ എഫ് ആദ്യം എഴുതാം. ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് 3ഉം 6ഉം 2 4 6 ആണ്. ആകെ കോമൺ ആയിട്ട് വരുന്നത് ഒരു 6 മാത്രമാണ്. 6 എന്ന് പറയുന്ന എലമെന്റ് മാത്രം. അതിന്റെ പ്രോബബിലിറ്റി എന്താ, അപ്പം പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് 1/6 അല്ലേ. സോ വി ഹാവ് ഇത് 1/6 എന്നുണ്ട്. പി ഓഫ് ഇയും പി ഓഫ് എഫും എന്താ 1/3 ഇൻറ്റു 1/2. ശരിയാവുന്നുണ്ടല്ലേ. 1/3 ഇൻറ്റു 1/2 ആണ് 1/6. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവർ രണ്ടാളും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെന്ന് പറയാൻ പറ്റും. ദർഫോർ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ട്രൂ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. Next is a die is thrown twice and the sum of numbers appearing is observed to be 6. The conditional probability that the number 4 has appeared at least once is. കണ്ടീഷണൽ പ്രോബിലിറ്റി നമുക്കറിയാം, 2 കണ്ടീഷൻസ് ഉണ്ടാവും. ഒന്ന് കാണണം, ഒന്ന് ഓൾറെഡി ഗിവൺ, അങ്ങനെ ഒരു രീതിയിലുണ്ടാവും. സോ ഇവിടെ നമുക്കുള്ളത് ഡൈ ഇസ് ത്രോൺ ട്വൈസ്, 2 പ്രാവശ്യം ത്രോ ചെയ്യുന്നുണ്ട്. ആൻഡ് ദി സം ഓഫ് നമ്പേഴ്സ് അപ്പിയറിംഗ് ഇസ് ഒബ്സർവ്ഡ് ടു ബി 6. സം ഓഫ് നമ്പേഴ്സ് അപ്പിയറിംഗ് 6 ആവുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ദ കണ്ടീഷണൽ പ്രോബിലിറ്റി ദാറ്റ് ദി നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ് ലീസ്റ്റ് വൺസ്. അപ്പോൾ 4 എന്ന് പറയുന്ന നമ്പർ അതിൽ ഒരിക്കലെങ്കിലും വരുന്ന രീതിയിലാണെങ്കിൽ അതിന്റെ കണ്ടീഷണൽ പ്രോബിലിറ്റി എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊത്തം ഔട്ട്കം എത്ര ഉണ്ടാവും? നമുക്കറിയാം, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 6 ഉണ്ടാവും. 2 ഡൈസ് ആകുമ്പോൾ അത് 6ന്റെ 6 കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 6 സ്ക്വയർ ആൾക്കാരുണ്ടാവും. ദാറ്റ് ഇസ് ഒരു എക്സാം നമ്മൾ ജസ്റ്റ് കാണിക്കുകയാണെങ്കിൽ 1ന്റെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് 1 1 വരും, 1 2 വരും, 1 3 വരും, എക്സെട്ര 1 6 വരെ വരും. സിമിലർലി നമുക്ക് 2 1 വരും, 2 2 വരും, എക്സെട്ര ആര് വരും, 2 6 വരും, 3 1 3 2 ഒക്കെ വരും. ലാസ്റ്റ് നമുക്ക് ആരാ വരിക, 6 1 6 2 എക്സെട്ര 6 6 വരെ വരും. സോ ഇത്രയാണ് നമ്മുടെ ശരിക്കുള്ള പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. 1 1 1 2 1 3 എക്സെട്ര അങ്ങനെ 6 1 6 എക്സെട്ര 6 6 വരെ ഉണ്ട്. ഇതിൽ സം ഓഫ് ദി നമ്പേഴ്സ് അപ്പിയറിംഗ് ഇസ് ഒബ്സർവ്ഡ് ടു ബി 6 എന്ന് പറയുമ്പോൾ ഇതിൽ സം ഓഫ് എലമെന്റ്സ് എടുത്താൽ നമുക്ക് 6 കിട്ടുന്ന രീതിയിലേക്ക് എത്ര ആൾക്കാരുണ്ട് നമ്മൾ നോക്കണം. സോ നമുക്കറിയാം 1 എടുക്കുമ്പോൾ 1ഉം 5ഉം ഉണ്ടാവും, 2ഉം 4ഉം ഉണ്ടാവും, 3ഉം 3ഉം ഉണ്ടാവും, 4 എടുക്കുമ്പോൾ അഗെയിൻ 4ഉം 2ഉം ഉണ്ടാവും, 5 എടുക്കുമ്പോൾ 5ഉം 1ഉം ഉണ്ടാവും, ആൻഡ് 6 എടുക്കുമ്പോൾ ആരുമില്ല. സോ ഇതാണ് നമ്മുടെ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. 1 5 2 4 3 3 4 2 5 1. ഇത്രയും ആൾക്കാരെ എടുക്കുമ്പോൾ നമുക്ക് സം ഓഫ് ഈ ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടും, 6 ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ പ്രോബബിലിറ്റി എന്താ വരിക, 1 2 3 4 5 ആണല്ലേ. 5/36 ആണ് പ്രോബബിലിറ്റി വരിക. 5/36 ആണ്. ആൻഡ് സിമിലർലി നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ് ലീസ്റ്റ് വൺസ് എന്ന് പറയുമ്പോൾ ഈ 6 ആവേം വേണം, നമ്പർ 6 ആവേം വേണമെന്നല്ല, 4 എന്ന് പറയുന്ന നമ്പർ അതിൽ ഒരിക്കലെങ്കിലും വരണം എന്നല്ല. അപ്പോൾ 4 വരണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എസ് എന്ന് പറയുന്നത് 1 4 വരാം, 2 4 വരാം, 3 4 വരാം, 4 4 വരാം, 5 4 വരാം, 6 4 വരാം, കൂടാണ്ട് 4 1 4 2 4 3 4 4 ഉണ്ട്, 4 5 4 6 അല്ലേ. ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട് 4 എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺസ് വരാം. എത്ര എണ്ണം ഉണ്ട് ഇത്, 1 2 3 4 5 6 7 8 9 10 11 ആൾക്കാരുണ്ട്. ദാറ്റ് ഇസ് 11/36 ഉണ്ട്. സോ വി ഹാവ് 11/36 പോസിബിലിറ്റീസ് ഫോർ 4 എന്ന് പറയുന്ന ഒരു നമ്പർ അറ്റ്ലീസ്റ്റ് വരാൻ. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നേരത്തെ പോലെ തന്നെ 5/36 ഉണ്ട്, 11/36 ഉണ്ട്. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ വെക്കുക. എന്നിട്ട് അതിൽ പി ഓഫ് നമുക്കറിയാം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ആണല്ലേ. നമ്മൾ ഇനി അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ചെയ്ത് നോക്കിയാൽ മതി. ഒന്നുകൂടി നമുക്കൊന്ന് ഇന്റർസെക്ഷൻ കൂടി എഴുതാം അല്ലേ. ഈ ഇന്റർസെക്ഷൻ എഫ്, ഈ ഇയും എഫ് ഒക്കെ റാൻഡം ആയിട്ട് എടുക്കുകയാണ്. ഇ എന്ന് പറയുന്ന ഈ 2 സെറ്റിലും കൂടി നമുക്ക് കോമൺ ഉള്ള എലമെന്റ്സ് എന്ന് പറയുമ്പം 2 4 ഉണ്ട് ആൻഡ് 4 2 ഉണ്ട് അല്ലേ. 2 4 ഉണ്ട്, 4 2 ഉണ്ട്. 2/36 ആണ് കോമൺ വരിക. അപ്പോൾ ഈ ഇന്റർസെക്ഷൻ എഫ് വരെ നമുക്ക് കിട്ടി, അതിൻ്റെ പ്രോബബിലിറ്റി വരെ കിട്ടി. ഈ പ്രോബബിലിറ്റീസ് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ ആയിട്ട് പ്രോബബിലിറ്റി ഓഫ് ഈ ഇന്റർസെക്ഷൻ എഫ് ബൈ പ്രോബബിലിറ്റി ഓഫ് ദിസ് എന്ന് പറയുമ്പോൾ 2/5 എന്നല്ല വരാം, 2/36 ബൈ 5/36 എന്ന് വരാം. ചെയ്ത് നമ്മൾ ഫുള്ള് ചെയ്തല്ലേ 2/5 എന്ന് വരും. സോ ഔട്ട്കംസ് ആദ്യം മനസ്സിലാക്കുക. തന്ന
ഒരു ആദ്യം തന്ന ആ ഒരു കണ്ടീഷൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ആ കണ്ടീഷൻ അനുസരിച്ചുള്ള സെറ്റ് എന്താണ്, അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പ്രോബിലിറ്റി എഴുതുക, ഇൻ്റർസെക്ഷൻ ഫൈൻഡ് ചെയ്യുക, അതിൻ്റെ പ്രോബിലിറ്റി എഴുതുക, ലാസ്റ്റ് ആ കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാച്ച് ദ ഫോളോയിങ് ആണേ. നമുക്ക് ആദ്യം എളുപ്പമുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഇ യു എഫ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്താ, പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് അല്ലേ. അപ്പോൾ ഡിയും 2 ആയിരിക്കും. അതുപോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരെ ഈക്വേഷൻ അല്ലേ, NCX Q⁻n−6 P of x. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി വേരിയൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഓപ്ഷൻസ് നോക്കിയാൽ മതി ശരിക്കും. P of x ഇതുമാണ് വരിക. സോ വി ഹാവ് A3 B4 C1 ആൻഡ് D2. ഇതാണ് ഓപ്ഷൻ ആയിട്ട് വരാം. ശരിക്കും ഈ മാച്ച് ദ ഫോളോയിങ് ഒക്കെ എളുപ്പമാട്ടോ. 1-2 കിട്ടിയാൽ പിന്നെ ആ രീതിയിൽ വരുന്ന ഓപ്ഷൻസ് നോക്കിയാൽ മതി. ചിലപ്പോൾ 1-2 നമുക്ക് അറിയില്ലേലും നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ഫൈൻ. ഇനി ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാണ്. അപ്പോൾ നോക്കാം, എളുപ്പമാണ് ശരിക്കും. ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ മിസൈൽ ഇസ് x is equal to 3t, y is equal to -40 and z is equal to t, where the time t is given in seconds and the distance is measured in kilometers. അപ്പോൾ t എന്ന് പറയുന്നത് ടൈമാണ്, ഡിസ്റ്റൻസ് കിലോമീറ്റേഴ്സിലാണ് മെഷർ ചെയ്തിട്ടുള്ളത്. ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് തന്നിട്ടുള്ളത്. വാട്ട് ഇസ് ദ പാത്ത് ഓഫ് ദി മിസൈലിന്റെ പാത്ത് എന്താണെന്നാണ് ചോദിച്ചത്. ആൻഡ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ, പാരബോള, സർക്കിൾ, എലിപ്സ്. ഇത്രയും ഓപ്ഷൻസിൽ എന്താണ് ഈ തന്ന ഒരു മിസൈലിന്റെ മോഷന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചത്. മോഷന്റെ പാത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയാം ആദ്യം ഈ x is equal to 3t, y is equal to -40, z is equal to t ഒക്കെ തന്നാൽ നമ്മൾ അതിനെ ആദ്യം t ഒന്ന് എലിമിനേറ്റ് ചെയ്യാം. സോ വി ഹാവ് t is equal to x/3 എന്ന് എഴുതാം, y/-4 എന്ന് എഴുതാം, ആൻഡ് z എന്നും എഴുതാം അല്ലേ. ഈ ടീനെ നമുക്ക് ഇത്രയും രീതിയിൽ എഴുതാം. therefore we have x/3 equal to y/-4 equal to z/1. x -0 y -0 z -0 ഫോമിലും കൂടി എഴുതിയാൽ ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? സ്ട്രെയിറ്റ് ലൈൻ്റെ ഫോം അല്ലേ ഇത്. സോ വി ഹാവ് പാത്ത് ഓഫ് ദി മിസൈൽ ആസ് സ്ട്രെയിറ്റ് ലൈൻ. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് പോയിന്റ്സ് ലൈ ഓൺ ദി പാത്ത് ഓഫ് ദി മിസൈൽ. ശരിക്കും എളുപ്പം അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പോയിന്റ്സ് ലൈ ഓൺ ദി പാത്ത് ഓഫ് ദി മിസൈൽ എന്ന് ചോദിച്ചാൽ ഇതാണ് പാത്ത് എന്ന് തന്നിട്ടുണ്ട്. അത് ഒബേ ചെയ്യുന്ന രീതിയിൽ ഇവിടെയുള്ള പോയിന്റ് ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പം x is equal to 3t-യും -40-യും t-യും ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇത് ഒബേ ചെയ്യുന്ന രീതിയിൽ t എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 6 എന്ന് വരണമെങ്കിൽ തന്നെ t2 ആണല്ലോ നമ്മൾ എടുക്കുക. t2 എന്ന് വരുമ്പം 6 വരും, -8 വരും, 2 വരും. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഓപ്ഷനായിട്ട് വരിക. അതിൻ്റെ ഡിഫറൻറ്റ് സൈൻ കൊടുത്തിട്ടാണ് ഇവിടെ ഉള്ളത്. തേർഡ് ഓപ്ഷനാണ് നമ്മുടെ റൈറ്റ് ഓപ്ഷനായിട്ട് വരിക. അടുത്തത് ഇക്വേഷൻ ഓഫ് മോഷൻ തന്നിട്ട് at what distance will the rocket be from the starting point 000 in 5 seconds. എളുപ്പം തന്നെയാണ്. അതായത് 000 നിന്ന് 5 seconds കഴിയുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ എത്ര ഡിസ്റ്റൻസിലായിരിക്കും ഇത് നിൽക്കുന്നുണ്ടാവുക ഈ മിസൈലിനാണ് നമ്മൾ നോക്കുന്നത്. സോ 5 seconds കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ അറിയണമെങ്കിൽ നമുക്കറിയാം t എന്ന് പറയുന്ന ടൈമാണ്. ആഫ്റ്റർ 5 seconds എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ tക്ക് പകരം എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. സോ വി ഹാവ് x is equal to 3 × 5 15 and y is equal to -4 × 5 which is -20 and z is equal to 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പൊസിഷൻ കിട്ടി which is 15 -25. അപ്പോൾ ഇതാണ് നമ്മുടെ 5 seconds കഴിഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. 15 -20 and 5. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? 000. അപ്പം 000യിൽ നിന്ന് 15 -25ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ഫോമിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. വി ഹാവ് √of 15 - 0 square 15 square plus 20 square plus 5 square ആണ് which is 225 plus 400 plus 25 എന്ന് വരും. that is 400 600 650 വരും അല്ലേ. √650 നമുക്ക് ഓപ്ഷനിലുണ്ട്. സെക്കൻഡ് ഓപ്ഷനാണ് √650. അതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി അടുത്തത് if the position of the rocket at a certain instant of time is 5 - 8 10, ഒരു certain instantൽ 5 - 8 10 ആണെങ്കിൽ then what will be the height of the rocket from the ground എന്നാണ്. the ground is considered as the xy plane. അപ്പോൾ ഇങ്ങനെ തന്നിട്ടുള്ളത് the ground is considered as the xy plane എന്ന് തന്നിട്ടുള്ളത്. ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് xy plane ആണ്. ഇതൊരു 5 - 8 10 എന്ന് പറയുന്ന ഒരു പോയിന്റ് അല്ലേ. ഈ ഒരു ഡിസ്റ്റൻസ് വാട്ട് വിൽ ബി ദി ഹൈറ്റ് എന്നാണ് ചോദിച്ചത്. ഇത് xy പ്ലെയിൻ ആണെങ്കിൽ നമ്മുടെ ഹൈറ്റ് എന്തായിരിക്കും? ശരിക്കും z കോർഡിനേറ്റ് ആയിരിക്കും അല്ലേ. z കോർഡിനേറ്റ് എന്താ? 10 ആണ്. സോ വി ഹാവ് 10 kilometers ആസ് ദി ആൻസർ. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ഇപ്പോൾ ചെയ്ത പോലെ ഒരേ ക്വസ്റ്റ്യൻ നമ്മൾ 3-4 ക്വസ്റ്റ്യൻ ചെയ്തല്ലോ ഒരേ ഡേറ്റയെന്ന്. അതുപോലെ ഒരു ഡേറ്റ് തന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ്. 3 schools A, B, C decided to organize a fair for collecting money for helping the flood victims. They sold handmade fans, mats and plates from recycled materials at rupees 25, 100 and 50 each respectively. അതായത് ഫാനിൻ്റെ റേറ്റ് 25ഉം
മാറ്റിൻ്റെ റേറ്റ് 100ഉം പ്ലേറ്റിൻ്റെ റേറ്റ് 50ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് സോൾഡ് ആർ ഗിവൺ ബൈ എന്ന് പറഞ്ഞിട്ട് DPS, CVC, KVS എന്നൊക്കെ പറഞ്ഞിട്ട് 3 സ്കൂൾസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഹാൻഡ് മെയ്ഡ് ഫാൻസ്, മാറ്റ്സ്, പ്ലേറ്റ്സ്, നമ്മുടെ എന്തൊക്കെയാണോ കാര്യങ്ങൾ അത് തന്നിട്ടുണ്ട്. ആൻഡ് ഇത്രയും ഒരു സ്കൂൾ എത്ര വീതം ഹാൻഡ് മെയ്ഡ് ഫാൻസ് സെൽ ചെയ്തു, അങ്ങനെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതായത് ഹാൻഡ് മെയ്ഡ് ഫാൻസ് DPS 40 സെയിൽ ചെയ്തു, അതുപോലെ 25 CVS സെയിൽ ചെയ്തു, അങ്ങനെ മൊത്തം ഒരു ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ടോട്ടൽ മണി ഇൻ റുപ്പീസ് കളക്റ്റഡ് ബൈ സ്കൂൾ എ? സ്കൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ABC ഈ ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ദ ടോട്ടൽ മണി ഇൻ റുപ്പീസ് കളക്റ്റഡ് ബൈ സ്കൂൾ എ? ഇത് ശരിക്കും എളുപ്പമല്ലേ അല്ലേ? ഒരു 5ാം ക്ലാസ്സിലെ പിള്ളേരോട് ചോദിച്ചാൽ അവർ ചെയ്ത് കാണിച്ചല്ലേ. നമുക്ക് മെട്രിക്സ് മെത്തേഡൊക്കെ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിലും നമുക്ക് ചെയ്യാം അല്ലേ? കാരണം ഈ 40, 50, 20 എന്ന് പറയുന്നത് നമ്പറാണ്. ഫാൻസ് 40, മാറ്റ്സ് 50 ആൻഡ് പ്ലേറ്റ്സ് 20. ഇതാണ് എയുടെ കണക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു ഫാൻ 25 ആണെങ്കിൽ നമുക്കറിയാം 40 × 25 പ്ലസ് 100 × 50 പ്ലസ് 50 പ്ലേറ്റ് ആണ്. ഒരു പ്ലേറ്റിന് 50 ആണ്. സോ വി ഹാവ് 20 × 50. ഇത്രയും എളുപ്പമുള്ളതൊക്കെ അല്ലേ? 25 × 4 എന്ന് പറയുമ്പോൾ 100, which is 1000 plus 5000 plus 2 × 5 is 10, which is again 1000. 5, 6, 7. So we have 7000 as the answer. Option E. 7000 ആണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ആൻസർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നെക്സ്റ്റ് 3 സ്കൂൾസ് ABC. സോറി, എഗെയിൻ ആ ഡേറ്റ് ആണ് വായിച്ചു വന്ന ഒരു ഫ്ലോയിൽ. What is total amount of money collected by schools B and C? ഇതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ, ഒരു ഡിഫറൻസേ ഉള്ളൂ. സ്കൂൾ ബിയും സിയും കൂടി കളക്ട് ചെയ്ത ഡേറ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്കൂൾ ബിയുടേത് കാണാം, സിയുടേത് കാണാം, സമ്മ് ചെയ്യാത്രേ ഉള്ളൂ. സോ വി ഹാവ്, ഇത് സ്കൂൾ ബി ആണ്, ഇത് സി ആണ്. അങ്ങനെയാണെങ്കിൽ 25 × 25 പ്ലസ് 40 × 100 പ്ലസ് 50 × 30. ഇതാണ് ഫസ്റ്റ് സ്കൂളിൻ്റെ ഡേറ്റ. ആൻഡ് അഗെയിൻ അടുത്തത് 35 × 25 പ്ലസ് 50 × 100 പ്ലസ് 40 × 50. അപ്പോൾ നമ്മൾ ഇരുന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഫൈനൽ ആൻസറിൽ നിങ്ങൾ നോക്കുക, കണ്ടുപിടിക്കുക. 14,000 ആണെന്ന് തോന്നുന്നു ഫൈനൽ ആൻസർ. എന്തായാലും അത് കാൽക്കുലേറ്റ് ചെയ്യുക, ഫൈൻഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സിമ്പിളാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ് തന്നിട്ട് ചോദിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, how many articles are solved by 3 schools? How many articles are solved by 3 schools? ഈ 3 സ്കൂളും കൂടി എത്ര സാധനങ്ങൾ സെയിൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, ഇതാണ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസിലെ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് 40, 50, 20 ഇത്രയാണ് ശരിക്കും സാധനങ്ങൾ. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്രയാണെന്നാണ് ചോദിച്ചത്. എളുപ്പമല്ലേ? റോസം എടുത്താൽ ജസ്റ്റ് ഇതിനൊരു മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്തോ, അല്ലെങ്കിലും ടേബിളായിട്ട് കൺസിഡർ ചെയ്താലും നമ്മൾ ജസ്റ്റ് റോസം എടുക്കുക. 40, 20, 60 ആണ്. 60 + 30 90 ആണ്. ഇത് 100 വന്ന്. അടുത്തത് 50, 50, 100 and 140 വന്ന്. നെക്സ്റ്റ് 20, 30, 50, 90 വന്ന്. വി ഹാവ് 0, 4, 10, 11. 0, 4 + 9, 4 + 9 is 13. ഓക്കെ, 313 വരും അല്ലേ? 313 ആണ് നമ്മുടെ ആൻസർ വരിക. സോ വി ഹാവ് 330 ആസ് ദി ആൻസർ. ഇത്രയേ ഉള്ളൂ അല്ലേ? ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. If the number of handmade fans and plates are interchanged for all schools, then what is the total money collected by all schools? ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ? നമ്പർ ഓഫ് ഹാൻഡ് മെയ്ഡ് ഫാൻസും പ്ലേറ്റ്സും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റർചേഞ്ച്ഡ് ഫോർ ഓൾ ദ സ്കൂൾസ്, ദെൻ വാട്ട് ഇസ് ദ ടോട്ടൽ മണി കളക്റ്റഡ് ബൈ ഓൾ സ്കൂൾസ്? അതായത് ഫാൻസിൻ്റെയും പ്ലേറ്റ്സിൻ്റെയും ഇതൊന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ടേബിൾ മാറുകയാണ്. അതായത് ഫാൻ്റെ എണ്ണം 40, 25, 35 എന്നുള്ളതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? 20, 30, 40 കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 20, 30, 40 എന്ന് വരും. എഗെയിൻ ഈ 20, 30, 40ക്ക് വരെ നമ്മൾ അത് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് 40, 25, 35. ദെൻ വാട്ട് ഇസ് ദ ടോട്ടൽ മണി കളക്റ്റഡ് ബൈ ഓൾ സ്കൂൾസ്? അപ്പം ആദ്യം ഈ സെക്കൻഡ് മാറ്റിൻ്റെ സെയിം തന്നെയാണ് വരിക, അല്ലാത്തതിൻ്റെ റേറ്റ് മാറുമല്ലേ? അതായത് 20 × 25 ആവും, പ്ലസ് 30 × 100 അങ്ങനെയാണ് വരിക. 20 × 25 പ്ലസ് 30 × 100 പ്ലസ് 35 × 40 എന്ന് വരും. പ്ലസ് അതുപോലെ 50 × 25, 40 × 100 അങ്ങനെ ചെയ്താൽ ലാസ്റ്റ് 40 × 25, 25 × 100 ആൻഡ് 35 × 50 എന്ന് വരെ വരും. ഫൈനൽ ആൻസർ നിങ്ങൾ ഫൈൻഡ് ചെയ്താൽ മതി. എളുപ്പമാണ്, ഇതിൻ്റെ കാൽക്കുലേഷൻ എളുപ്പമാണ്. അധികം 100, 25 അങ്ങനത്തെ നമ്പേഴ്സ് ആയതുകൊണ്ട്. സോ നമ്മളിതാ ലാസ്റ്റ് 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇത്രയും സമയം കൊണ്ട് ചെയ്ത് തീർത്തതല്ലേ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരുവിധം ഇപ്പോൾ ഇത് ശരിക്കും NTA യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന മോക്ക് ടെസ്റ്റ് ആണ്. സോ നമ്മൾ
റിലേഷൻസ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രൽസ്, ഇതൊക്കെ കവർ ചെയ്ത് പ്രോബബിലിറ്റി, എക്സ്പെക്ടേഷൻ, ഇതൊക്കെ കവർ ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തു ക്വിക്ക് പ്രെപ്പ് വഴി. പക്ഷേ എപ്പോഴും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ഇത് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതായത് കോൺസെപ്റ്റ് അറിയാണ്ട് നമുക്ക് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. പക്ഷേ ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടാവും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. അതായത് ക്വിക്ക് പ്രെപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈറ്റിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അതിൽ നമ്മുടെ ക്രാഷ് കോഴ്സിൽ 2 months നിങ്ങൾക്ക് നമ്മുടെ എല്ലാ സബ്ജക്ട്സും, അതായത് മാത്സിന് ഉപരി മാത്സ് അല്ലാത്ത സബ്ജക്ട്സും നമുക്കുണ്ട്. പിന്നെ മാത്സിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, അതർ സബ്ജക്ട്സ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും മാത്സിൻ്റെ മാർക്ക് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നുണ്ട്. സോ അവർക്ക് അടക്കം നമ്മൾ എല്ലാ കോൺസെപ്റ്റ്സ്, ഞാൻ മാത്സിൻ്റെ കാര്യം മാത്രം ഞാനിപ്പോൾ മാത്സ് ആയതുകൊണ്ട് പറയുകയാണ്, അല്ലാണ്ട് പറയുകയാണെങ്കിൽ എല്ലാ സബ്ജക്ട്സും ഉണ്ട്. സോ നമ്മളിപ്പോൾ കോൺസെപ്റ്റ്സും പ്രോബ്ലംസും മൊത്തത്തിൽ ഡിസ്കസ് ചെയ്ത് നമ്മുടെ സിലബസ് മൊത്തം കവർ ചെയ്തിട്ടാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ നമ്മളത് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം CUET +2 ശേഷം എന്തെന്ന് ചോദിച്ചാൽ ഇനി നമുക്കുള്ളൊരു ഉത്തരമാണ് CUET. ഇത്രയും നല്ലൊരു ഉത്തരം ഇനി നമുക്കുണ്ടോ? കാരണം CUET നമുക്ക് ഒരുപാട് അടിപൊളി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വാതിലാണ് തുറക്കുന്നത് ഒരൊറ്റ എൻട്രൻസ് എക്സാമിലൂടെ. സോ +2 ശേഷം CUET അങ്ങോട്ട് ഉറപ്പിച്ചിട്ട് നമ്മൾ എൻട്രൻസിന് വേണ്ടി വൃത്തിക്കിരുന്ന് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ CUET ക്രാക്ക് ചെയ്യുക. സോ +2 മാർക്ക് മാത്രം മതിയാവില്ല, CUET വേണം എന്നുള്ളതാണല്ലേ. +2 മാർക്ക് കൊണ്ട് മാത്രം നമ്മൾ ഈ ഡിഗ്രിയും PGയും ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ടാലൻറ്റിൽ തന്നെയാണ് CUET എന്ന് പറയുന്നത്. എൻട്രൻസ് പ്രിപ്പറേഷൻ ആണ്. സോ എൻട്രൻസ് നന്നായിട്ട് എഴുതുക എന്നുള്ളതാണ്. സോ അതിലൂടെ നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അതർ സബ്ജക്ട്സ് കൂടി ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ആപ്സിൽ. എല്ലാ സബ്ജക്ട്സും ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് നമ്മൾ ഈ ലാംഗ്വേജ് ടെസ്റ്റും ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റും ജനറൽ ടെസ്റ്റും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ CUETക്ക് വേണ്ട എല്ലാ ഇന്ധനവും ഇവിടെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്താൽ CUETയിലേക്കുള്ള വഴി ഉറപ്പാണ്. അത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് നമുക്കറിയാം ഒരുപാട് നമ്മളിത് മുന്നേയും നമ്മൾ വീഡിയോസിലൊക്കെ പറയാറുണ്ടല്ലേ. കാരണം ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ പ്രത്യേകത അധികവും നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും IITസിലും ഒക്കെ പഠിച്ച അടിപൊളി ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ടാവും, നമ്മുടെ സൈറ്റിലുള്ള മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളെ CUETയിലേക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. വി വിൽ ബി വർക്കിംഗ് ആസ് എ ടീം. സോ നമ്മൾ ഇതിൻ്റെ മുന്നേ 100+ സ്റ്റുഡൻസിനെ നമ്മൾ CUETയിലേക്ക് നമ്മുടെ Prepwise ത്രൂ പോയിട്ടുണ്ട്. ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മുടെ സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്കും CUET എന്ന് പറയുന്നത് ഒരു വഴിയാവട്ടെ. ആൻഡ് നമ്മുടെ കൂടെ നമുക്കൊരു ടീമായി വർക്ക് ചെയ്ത് CUET ക്രാക്ക് ചെയ്യാനും അതിലൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഡ്രീം യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് എത്താനും ഒക്കെ പറ്റട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി ഈ പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് ഒന്നുകൂടി ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യാം. ആൻഡ് പ്രോബ്ലംസ് ഒരുപാട് ചെയ്യാന്നുള്ളത് തന്നെയാണല്ലേ മാത്സിൻ്റെ കാര്യം. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കോൺസെപ്റ്റ്സ് ഒക്കെ വെച്ച് പഠിച്ച് മനസ്സിലാക്കി CUET ക്രാക്ക് ചെയ്യാനും ഉയരങ്ങളിൽ എത്താനും ഒക്കെ പറ്റട്ടെ. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.